കരുണാസമുദ്രം ഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി ശ്രീഗുരോ ശരണാംഭോജം യസ്യാം ദിശി വിരാജതേ തസ്യൈ ദിശേ നമസ്കുർമഃ കായേന വചസാ ധിയാ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഗുരുവായൂരപ്പ ശരണം ഗുരുഭ്യോ നമഃ. ഭഗവാന്റെയും ശ്വതാനിക്കരമയുടെയും ഒക്കെ അപാരമായ കാരുണ്യം കൊണ്ട് അഖിലങ്ങളുടെ അനുഗ്രഹം കൊണ്ടത് സുവർണ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ പങ്കെടുക്കാൻ നമുക്കും സാധിച്ചിരിക്കുന്നു. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെ. അങ്ങനെയൊക്കെ നമസ്കരിച്ചുകൊണ്ടാണ് നമ്മൾ ഭാഗവതം വായിക്കാനും കേൾക്കാനും ഒക്കെ പുറപ്പെടുന്നത്. അങ്ങനെ ഭാഗവതം വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്ന് പറയുന്ന ഭാഗവതത്തില് ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ കൃഷ്ണാവതാരം എങ്ങനെയാണ്? കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. സകല അവതാരങ്ങളെടുത്ത അവതാരിയാണ് കൃഷ്ണൻ എന്ന് പ്രഖ്യാപിക്കും. ആരാണോ ആ പരംപുരുഷൻ, ആ പരംപുരുഷൻ, ആ പരമാത്മസ്വരൂപനായിട്ടുള്ള സച്ചിദാനന്ദസ്വരൂപനായിട്ടുള്ള ആ പരമപുരുഷൻ ത്രിഗുണങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരായി മാറി. സാധാരണ നമ്മളോട് ധരിക്കാതെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പലപ്പോഴും ബന്ധം പറയുന്നുണ്ട്. എന്ത്? വിഷ്ണു ഭഗവാന്റെ അവതാരം, ദശാവതാരങ്ങളിൽ കൃഷ്ണാവതാരം എന്നൊക്കെ പറയാറില്ലേ? എന്നാൽ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്. ആ പരംപുരുഷൻ തന്നെയാണ് സത്വരജസ്തമോ ഗുണങ്ങളെ ആശ്രയിച്ചുകൊണ്ട് സൃഷ്ടി സംഹാരങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പല ഭാവത്തിലും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭഗവാന്റെ പൂർണ്ണതമമായിട്ടുള്ള കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ആ പരമപുരുഷൻ ആകെ കൂടി ഇറങ്ങി വന്ന എന്തുണ്ടാവും? അതാണ് കൃഷ്ണൻ. അത് മറ്റ് പല പുരാണങ്ങളിലും ഒക്കെ ആലങ്കാരികമായിട്ടൊക്കെ ഉറപ്പിക്കും. നമ്മുടെ ഭാരതീയരായിട്ടുള്ള പൂർവികരായിട്ടുള്ള ആചാര്യന്മാരുടെ ഒരു നമ്മളോടുള്ള അനുഗ്രഹമാണത്. ഏത് വഴിക്ക് പോയാലും നമ്മളെ പ്രോത്സാഹിപ്പിച്ച് ഭഗവാനിലേക്ക് എത്തിക്കും, അഥവാ പരമ സത്യത്തിലേക്ക് എത്തിക്കും. പല വഴിയിലൂടെ ഭഗവാനിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങൾ. അതുകൊണ്ടാണ് വൈവിധ്യാത്മകമായിട്ടുള്ള ഉപാസന പദ്ധതികളൊക്കെ നമുക്കുണ്ടായത്. അതുകൊണ്ട് പ്രത്യേകിച്ചും നമ്മുടെ പൂർവികരായിട്ടുള്ള ആചാര്യന്മാര്, തിരുനാമാചാര്യന്മാരെ പോലുള്ളവരൊക്കെ ധൈര്യമായിട്ട് വിളിക്കും. ഇത് സപ്താഹത്തിന് ആദ്യം പ്രധാനമായിട്ട് ഇന്നും നമ്മൾ സപ്താഹത്തിനൊക്കെ പോകുമ്പോൾ കാലത്ത് വിളിക്കാറുള്ള തിരുനാമങ്ങൾ ഏതൊക്കെയാണ്? ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ആദ്യം സ്വകാര്യകരമയെ വിളിച്ചുകൊണ്ടാണ് തുടങ്ങാൻ പോകുന്നത്. ഒന്നേയുള്ളൂ വേഗം സദ്വിപ്രാബുധാവദന്തി. ആ ഒന്നായ സത്യത്തെയാണ് പല പേരിട്ട് വിളിച്ചത്. ഇവിടെ കൃഷ്ണായ തുഭ്യം നമഃ എന്നിങ്ങനെ മാഹാത്മ്യത്തില് ആ കൃഷ്ണനായിക്കൊണ്ട് നമസ്കരിക്കുന്നു. ആ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ആ പരമപുരുഷൻ തന്നെ ഇറങ്ങി വന്നതാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ സകല ദേവന്മാരുടെയും ആകത്തുകയാണ് കൃഷ്ണാവതാരം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കൃഷ്ണാവതാരമാണ്. സകല അവതാരങ്ങളും വായിച്ചു കഴിഞ്ഞ് കൃഷ്ണാവതാരം കൂടി നവമസ്കന്ധത്തിന്റെ അവസാനം ചുരുക്കി ഒറ്റ ശ്വാസം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ഇത്ര ചുരുക്കി കേൾക്കാനല്ല 4 ദിവസമായിട്ട് കാത്തിരിക്കുന്നത്. പരീക്ഷത്തിന്റെ തേങ്ങല്. ആർക്കാണ് ഭഗവാന്റെ കഥ ഇഷ്ടമല്ലാന്ന് വരും? നിവൃത്തപരിഷൈ ഉപഗീയമാനാൽ. എല്ലാ ബന്ധനങ്ങളെയും വലിച്ചെറിഞ്ഞ് അങ്ങേപ്പോലുള്ള ആചാര്യന്മാരെ ഇന്നും പാടിക്കൊണ്ടിരിക്കുന്നത് കൃഷ്ണകഥയാണ്. ശുകമഹർഷിയെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ശ്രോതാക്കളിൽ വെച്ച് ഏറ്റവും ഉത്തമനായിരിക്കുന്ന ആചാര്യനാണ് ശുകമഹർഷി. ഏറ്റവും ഉത്തമനായ വക്താവാണ് ശുകമഹർഷി. ഏറ്റവും ഉത്തമനായ ശ്രോതാവാണ് പരീക്ഷിത്. ആ പരീക്ഷിത്തിന്റെ അവസ്ഥ എന്താണ്? ശുകമഹർഷിയുടെ അവസ്ഥ എന്താണ്? നമുക്കൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നിവൃത്തപരിഷൈ ഉപഗീയമാന. അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുന്നത് കൃഷ്ണകഥയാണ്. നൂലുബന്ധമില്ലാതിരിക്കുന്ന ആളാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപാധിയില്ലാതെ ഭാഗവതം വായിക്കാനും കേൾക്കാനും വിളിച്ചവരും എന്തെങ്കിലും ഒരു ആവശ്യക്കാരുണ്ടാവും. ഒന്നും വേണ്ടാന്ന് പറയുന്നവരും
ഒന്നുമില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ കേൾക്കാനും വായിക്കാനും വരുമെന്ന് കണ്ടറിയേണ്ടി വരും. ചുരുങ്ങിയത് 2-3 നേരം കുടിക്കാൻ വെള്ളമെങ്കിലും കഴിക്കാൻ ഭക്ഷണമെങ്കിലും ഇല്ലാതെ ആരെങ്കിലും കേട്ടിരിക്കുമോ ഭാഗവതം? പിന്നെ 3:30 ചായ കടിയൊന്നും ഇല്ല വിചാരിക്കും. അപ്പം ഇത്ര നേരം ഉള്ളൂ. നമ്മൾ വേറെ വഴിക്ക് പോകും, വേറെ എവിടെയെങ്കിലും ചായ കൊണ്ട് നോക്കും. പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റിച്ചവരില്ലെങ്കിൽ വഴിക്ക് പോകും. അല്ലാത്തവൻ അങ്ങനെ കേട്ടിരിക്കുക. നമ്മുടെ ശരീരം നിലനിർത്തണ്ടേ? നമുക്കതിന് പ്രമാണമൊക്കെ ഉണ്ട്. ശരീരം ആദ്യം വരും എന്തിനു പ്രമാണം ഉണ്ടാകും? അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉപാധി അല്ലെങ്കിൽ അപേക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇരിക്കുന്നത്. ചിലർക്ക് ധനം ഉണ്ടെങ്കിലാകും, ചിലർക്ക് വേറെ എന്തെങ്കിലും ആവും. എന്തെങ്കിലും അപേക്ഷിക്കുന്നവരാണ് ശ്രോതാവും ഭക്താവും ഒക്കെ. ഇന്ന് മുക്തന്മാരായിട്ട് ഇന്ന് ശ്രോതാക്കളെ ഭക്താക്കളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇല്ലെന്ന് പറയുന്നില്ല, ഞെരുക്കണം. എന്നാ പരീക്ഷത്തിനെ നോക്കൂ, ശുഭമഹർഷി നോക്കൂ, പ്രത്യേകിച്ച് ശുഭമഹർഷി നോക്കൂ. അധികം നൂല് ബന്ധമില്ലാതെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നുമായിട്ടും ബന്ധമില്ല. വസ്ത്രത്തിനോട് ദേഹത്തിനോട് താരി ബന്ധം ഉണ്ടെങ്കിൽ വസ്ത്രം എടുക്കില്ലേ? ഒരു കൗപീനെങ്കിലും ധരിക്കില്ലേ? അങ്ങനെയാണ് വേദാന്തികൾ പറയുന്നത്. എന്ത് വൈരാഗ്യം വന്നവരാണ് കൗപീനവന്ത ഖൽ ഭാഗ്യവന്ത. ബാക്കിയൊന്നും വേണ്ടാതെ കൗപീനം മാത്രം, നാണം മറയ്ക്കാനുള്ള കൗപീനം മാത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നവര് കൗപീനവന്ത ഖൽ ഭാഗ്യവന്ത എന്ന്. ഇത് അതുപോലില്ലാതെയാണ് ശുദ്ധമഹർഷി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. വസ്ത്രം വേണ്ട, താമസിക്കാൻ സ്ഥലം വേണ്ട, പിന്നെ അച്ഛനും അമ്മയും എല്ലാ ബന്ധവും ഉപേക്ഷിച്ച ആചാര്യനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു അപേക്ഷയില്ലാതെ അനന്തവത്തനായിട്ട് ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതൊക്കെ ഉപേക്ഷിച്ചാലും അദ്ദേഹത്തിന് ഒരു കാര്യം ഉപേക്ഷിക്കാൻ പറ്റില്ല. എന്താ ഉപേക്ഷിക്കാൻ പറ്റാത്തത്? ഭഗവാനെ ഉപേക്ഷിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഭഗവത് കഥകളെ ഉപേക്ഷിക്കാനായിട്ട് പറ്റില്ല, ഭാഗവതം ഉപേക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല. നമ്മളൊക്കെ വലിയ ത്യാഗികളാണെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഭഗവാനെ ഉപേക്ഷിച്ചു പലപ്പോഴും, ഭാഗവതത്തെ ഉപേക്ഷിച്ചിട്ടുണ്ട് പലപ്പോഴും. അപ്പോ ശുദ്ധമഹർഷിയെക്കാളും ത്യാഗികളെന്ന് പറയാം നമ്മളെ ഒരർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ത്യാഗമല്ല വേണ്ടത്. എന്തായാലും അങ്ങനെയുള്ള ആചാര്യൻ ഇന്നും, അത്രയും ത്യാഗിയായിട്ടുള്ള ആചാര്യൻ ഇന്നും പാടിക്കൊണ്ടിരിക്കുന്നത് ഭാഗവതാണ്. അങ്ങേപോലുള്ള ആചാര്യന്മാരെ പോലും രസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൃഷ്ണകഥകള്. അതുകൊണ്ട് വിസ്തരിച്ച് പറഞ്ഞു തന്നെ ഈ സാധാരണക്കാരൻ പല ജീവിത പ്രശ്നങ്ങളുമായിട്ടാണ് മിക്കവാറും തന്നെ പറയാൻ കഴിയുള്ളൂ, മിക്കവാറും ഭാഗവതത്തിന്റെ മുമ്പിലേക്ക് എത്തിച്ചേരുന്നത്. ഞങ്ങൾ തന്നെ ഭാഗവതം വായിക്കാനായിട്ട് പുറപ്പെട്ട സമയത്ത് എൻ്റെ ബന്ധുക്കളൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്, എന്താ പ്രശ്നം ഉണ്ടായിരുന്നു? എന്ത് പ്രശ്നം കൊണ്ടായി, അല്ലെ എന്ത് ഗതികേടുണ്ടായിരുന്നു ഭാഗവതം വായിക്കാൻ വേണ്ടിയിട്ട് വരാൻ? നമുക്ക് പണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഗതികേട് ഉണ്ടാവുമ്പോഴാണ് സാധാരണ ആൾക്കാരൊക്കെ വരാറ്. അങ്ങനെ എന്തെങ്കിലും ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു സമാധാനം കൊണ്ട് കിട്ടുന്നുണ്ട്, അതാണ് പറയാൻ കാരണം. അല്ലാതെ ഗതികേട് ഇങ്ങനെ വരാൻ പാടുമെന്നല്ല. പൊതുവെ ഒരുപാട് കഷ്ടപ്പാട് ഉള്ളവർക്കൊക്കെ ഒരു സമാധാനം ഇവിടെ വന്നാൽ ഉണ്ടാവുന്നുണ്ട്. ഭാഗവത കഥകൾ കേൾക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. ചില നാട്ടിലൊക്കെ അമ്മമാരെ കാണാം, ഞങ്ങൾക്കൊക്കെ അനുഭവമുള്ള കാര്യമാണ്. കുട്ടിക്ക് അറിഞ്ഞുകൊണ്ടാണ് അവർ ഭാഗവതം കേൾക്കാനായിട്ട് വരാൻ. 10-70 വയസ്സായിട്ടുണ്ടാവും. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ നോക്കുമ്പോൾ ആദ്യമായിട്ട് ഭാഗവതം കേൾക്കാൻ വന്നു അത്രയും സർദാറിന് ചെന്നപ്പോൾ. ഇതുവരെ കേട്ടിട്ടേ ഇല്ല, ഭാഗവതം എന്താന്ന് പോലും അറിയില്ല. എന്നാലും കൃഷ്ണകഥകൾ കേട്ടിരുന്നപ്പോൾ അവർക്ക് ആശ്വാസം ഉണ്ടായി. ഭഗവത് കഥകൾ കേട്ടിട്ട് എന്തായെന്ന് പോലും അവർക്ക് അറിയില്ല. ഇതിപ്പോ വേദമാണോ, ഉപനിഷത്താണോ, പുരാണാണോ, അല്ലെങ്കിൽ കാവ്യാണോ ഒന്നും അറിയില്ല. ഞങ്ങൾ പറയുന്നത് ഇങ്ങനെ കേട്ടിരുന്നു, അല്ലാണ്ട് വേറെ അപ്പുറത്തും ഒന്നുമില്ല. എങ്ങനെയൊക്കെയോ ഈ ഇങ്ങനെ ഒരു പുസ്തകം വാങ്ങിയാൽ അത് നമ്മൾ വായിക്കുന്നതൊക്കെ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ അത് തപ്പി നോക്കിയിരിക്കാൻ തുടങ്ങി. ഇത്രയൊക്കെ ഉള്ളൂ. ഈ പുസ്തകം എന്താന്ന് പോലും അറിയില്ല. എന്നാലും അവർക്ക് ഈ ഭഗവത് കഥകൾ കേട്ടിരിക്കുമ്പോൾ സമാധാനമുണ്ട്. നിങ്ങൾ ആലോചിച്ചപ്പോ ഇപ്പൊ പൊഴിയേണ്ടിട്ടെന്താ വേണ്ടത്? കാര്യം അവർക്ക് അനുഭവം ഉണ്ടായില്ലേ? നിവൃത്തദൃശ്യം ഉപകീയമാൻ ഭവൌഷധാൻ ശ്രോത്രമനോഭിരാമാൽ ഭവൌഷധങ്ങൾക്ക് ഭവൌഷധങ്ങളായിട്ട്
ഭവദുഃഖങ്ങൾക്ക് ഒരു ഔഷധമായിട്ട് ഇത് മാറുന്നു ഭഗവത് കഥകൾ കേട്ടിരിക്കുമ്പോൾ. അത്രയും ദിവ്യമായുള്ള ഭഗവത് കഥ ആർക്കാണ്? ഒരു അറ്റം മുതൽ ഈ അറ്റം വരെ ആ ഉദാത്തമായ ആചാര്യനായ ശുദ്ധമഹർഷി മുതൽ സാധാരണക്കാർക്ക് പോലും ദിവ്യമായ അനുഭവം ഉണ്ടാക്കുന്നു ഭഗവത് കഥാമൃതം. അങ്ങനെയുള്ള കൃഷ്ണകഥ ആർക്കാണ് കേൾക്കാൻ ഇഷ്ടമില്ല തോന്നുക? പിന്നെ ആ പശുദ്ധന്മാർക്ക്, ദൈവ കണിക പോലും ഇല്ലാത്ത ദുഷ്ടന്മാർക്ക് ചിലപ്പോ കേൾക്കാൻ ഭാഗ്യം ഉണ്ടായില്ലെന്ന് വരാം. പക്ഷെ അവര് എന്നെങ്കിലും കേട്ട ആരെയും അത് മാറ്റിമറിക്കാതിരിക്കുക. ഒരിക്കലൊരു തമിഴ്നാട്ടിലൊരു സ്വാമിജി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കളഞ്ഞ കഥ പറഞ്ഞിരിക്കുന്നത്. എന്റെ കളഞ്ഞ കഥ വെച്ചപ്പോൾ അയാളെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയപ്പോഴാണ് എവിടെ നല്ല മോഷ്ടിയെ പറ്റിയ സ്ഥലത്ത് നിന്ന് തപ്പി പിടിച്ചപ്പോഴാണ് അമ്പലത്തിലേക്ക് ചെന്നത്. ധാരാളം ആൾക്കാരൊക്കെ ഉണ്ട്, ഇടയ്ക്കടെ മോഷ്ടിക്കാനുള്ള സൗകര്യമുണ്ട്. നോക്കുമ്പോൾ നേരാവണ മാലയും മാലയൊക്കെ ഉള്ള ആൾക്കാരൊന്നും നേരാവണവരും കണ്ടില്ല. അങ്ങനെ അവിടെ ഇരുന്നപ്പോഴാണ് പ്രഭാഷകൻ ഇങ്ങനെ ഗുരുവായൂരപ്പന്റെ കഥ പറയുന്നുണ്ട്, ഉണ്ണികൃഷ്ണന്റെ കഥ പറയുന്നുണ്ട്. എത്ര ആഭരണങ്ങളാ ഉണ്ണികൃഷ്ണനെ യശോദമ്മ അണിയിക്കുന്നത്. ഇതൊക്കെ കേട്ടപ്പോൾ ഇത് ആരുടെ ഇത്രയധികം ആഭരണങ്ങൾ ഒരുമിച്ച് അടിച്ചു മാറ്റാൻ പറ്റിയ ആളാണ്. കഴിഞ്ഞ പ്രഭാഷണം നിർത്തിയ ഉടനെ ആചാര്യൻ്റെ അടുത്ത് പോയിട്ട് ആ ഉണ്ണി എവിടെയുള്ളത്, അപ്പൊ എവിടെയാ ഉണ്ണിയുള്ളതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ടൊന്നല്ല തട്ടിവിടുന്നതേ. എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നാലെ പിടിക്കൂടി ഇത്ര എവിടെയുള്ളത്. അവസാനം അദ്ദേഹം കണ്ടെത്തി എന്ന് പറയട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞേ വസന്തം നവനീത ചോരം വ്രജാംഗനാനാം ചതുകൂല ചോരം അനേക ജന്മാർജിത പാപചോരം ചോരാഗ്രഗണ്യം തമഹം ഭജാമി. ഏറ്റവും വലിയ കള്ളൻ ആരാധിച്ച ഗുരുവായൂരപ്പൻ തന്നെയാണ്. അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ ഒപ്പം നിൽക്കണമെങ്കിൽ ഇനിയിപ്പോ ചൊല്ലാനിക്കാൻ മറ്റു വേണ്ടി വരും. അതുപോലെ അല്ലെങ്കിൽ അയ്യപ്പസ്വാമികളോ അങ്ങനെ കുറച്ച് കള്ളന്മാരുണ്ട്. ഏറ്റവും വലിയ പിടിക്കള്ളന്മാരുന്നർത്ഥം. എന്താ സാധാരണ വെണ്ണയും പാലും എന്ന് വിചാരിക്കുന്ന നമ്മൾ അല്ല. അനേക ജന്മാർജിത പാപചോരം, എത്രയോ ജന്മങ്ങളിലെ പാപത്തെയാണ് ഭഗവാനോ സ്വരാനുഗ്രഹമയോ ഒക്കെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതാ ഭഗവാന്റെ മഹത്വം. ആരെയും ആകർഷിക്കുന്നു ഭഗവാൻ അർത്ഥം. അങ്ങനെയുള്ള ഭഗവാന്റെ കഥ ആർക്കാ കേൾക്കണ്ട തോന്നുക? എന്റെ പിതൃക്കളെ എന്തിനു വേദിനും ഗുരുവായൂരപ്പനെ ഭജിച്ചവരാണ്. അവർക്ക് കൗരവ സൈന്യ സാഗരത്തെ നിഷ്പ്രയാസം തരണം ചെയ്യാൻ കഴിഞ്ഞത് എങ്ങനെ? മുമ്പിൽ ഒരാളുണ്ട്, കൈവർത്തക കേശവ, ചമ്പട്ടിയും കടിഞ്ഞാടും പിടിച്ചുകൊണ്ട് പാണ്ഡവന്മാരെ നയിക്കാനായിട്ട് ഒരു കേശവൻ ഉണ്ടായിരുന്നു. കൈവർത്തക കേശവ. നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ചന്ദ്ര നോക്കിയാലും ലഗ്ന നോക്കിയാലും പാണ്ഡവര് ജയിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ലേ മഹാഭാരത യുദ്ധത്തില്. എണ്ണം കൊണ്ടും വണ്ണം കൊണ്ടും എങ്ങനെ നോക്കിയാലും പാണ്ഡവന്മാർക്ക് ഒറ്റയുള്ളൂ. ജയിച്ചതാരാ? പാണ്ഡവന്മാരാണ്. ജയിച്ചിട്ട് എന്താ ഉണ്ടായി അത് പിന്നാലെ വയ്ക്കാം. നമുക്ക് തൽക്കാലം നോക്കുമ്പോൾ ജയം അവർക്കാണ് ഉണ്ടായത്. എങ്ങനെ ജയിച്ചു? മുമ്പിൽ കൃഷ്ണനുണ്ട് നയിക്കാനായിട്ട്, കൈവർത്തക കേശവ. അപ്പൊ എന്റെ പിതൃക്കൾക്ക് കൗരവ സൈന്യ സാഗരത്തെ, സഭാ സംസാര സാഗരത്തെ നിഷ്പ്രയാസം തരണം ചെയ്യാൻ കഴിഞ്ഞത് കൃഷ്ണൻ കൂടെയുള്ളത് കൊണ്ടാണ്, ഭഗവാൻ കൃഷ്ണൻ കൂടെയുള്ളത് കൊണ്ടാണ്. ഇനി എന്റെ പിതൃക്കളുടെ കാര്യം മാത്രമല്ലാണ്ടോ, എനിക്കൊരു ജന്മം ഉണ്ടായെങ്കിൽ അത് ഈ കൃഷ്ണന്റെ കാരുണ്യം കൊണ്ടാണ്. അമ്മയുടെ ഗർഭത്തില് ഒരുപിടി കരിക്കട്ടയായി പോയ രൗണ്യസ്ത്ര വിപ്രുഷ്ടമതം, എന്റെ ഈ അംഗം രൗണ്യസ്ത്ര വിപ്രുഷ്ട ആയിട്ടുള്ള എന്റെ ഈ അംഗം അമ്മയുടെ ഗർഭത്തിൽ വെച്ചിട്ട് ആ ദ്രൗണിയുടെ അസ്ത്രം കൊണ്ട് കരിഞ്ഞു പോയതാണ്. അന്ന് ഓടി വന്ന് രക്ഷിക്കണേ കൃഷ്ണ കൃഷ്ണ അരവിന്ദാക്ഷ, ഭഗവാന്റെ പാഹിപാഹി, ഗുരുവായൂരപ്പ അവിടുന്നല്ലാതെ വേറെ ആരും ശരണമില്ല, എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, എന്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ അമ്മ ഉത്തരാദേവി ഭഗവാന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞത് കൊണ്ടാണ്, ആ കാരുണ്യ കടാക്ഷം ഒഴിക്കാൻ കൊണ്ടാണ്, ആ അമ്മയുടെ മിടുക്ക് കൊണ്ടാണ്, അമ്മയുടെ കാരുണ്യം കൊണ്ടാണ്. അമ്മയ്ക്ക് വേറെ എവിടെയും ഓടി പോകാനായിട്ടൊന്നും തോന്നിയില്ല. അന്ന് ഭഗവാന്റെ കാൽക്കൽ നിന്ന് നമസ്കരിച്ചു. അന്ന് ഭഗവാൻ ഓടി വന്ന് ശവമായി തീർന്ന എന്നെ ശിവമാക്കി തീർത്തു. ആ കാരുണ്യ കടാക്ഷം കൊണ്ട്, ആ
ഭഗവാന്റെ കാരുണ്യം. അപ്പൊ എന്റെ പിതൃക്കൾക്ക് മാത്രമല്ല, ഇന്നും എനിക്കൊരു വ്യക്തിത്വം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എനിക്ക് ജീവിതത്തിന് ഒരു ഉയർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു ജീവിതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ കൃഷ്ണന്റെ കാരുണ്യം കൊണ്ടാണ്. ദേവോ ശ്രോതാക്കളുടെയും വക്താക്കളുടെയും കഥയല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പിതൃക്കളും എന്തിനും ഏതിനും ഗുരുവായൂരപ്പനെ ഭജിച്ചവരാണ്. നാമസപ്താഹങ്ങളിലൂടെയും ഭാഗവത് സപ്താഹങ്ങളിലൂടെയും ഈ ഗുരുവായൂരപ്പനെ ഭജിച്ചതുകൊണ്ടാണ് നമുക്കും അത് കേൾക്കാനോ പറയാനോ ഒക്കെ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു വ്യക്തിത്വം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കൃഷ്ണന്റെ കാരുണ്യം കൊണ്ടാണെന്ന് മറന്നു പോകണ്ടാണ്. ഈ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഇനീഷ്യലും മാറിപ്പോകണ്ട. പലപ്പോഴും പ്രഭാഷണത്തിൽ നമ്മൾ മാറ്റിയിട്ടാണ് പറയാറ്. ആ ഗുരുവായൂരപ്പന്റെ കാര്യം എന്നാണ് പറയാറുള്ളത്. അത് അറിയാതെ പണ്ടെന്നോ പ്രഭാഷണത്തിൽ തുടങ്ങി വെച്ചൊരു അർത്ഥമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനി നിങ്ങളെ തിരുത്തിക്കൊണ്ടിരിക്കുക. എങ്ങനെ തിരുത്തേണ്ടത്? ആ ആ ആ പറഞ്ഞുകൊണ്ടിരിക്കും. അത് മാറ്റി മാറ്റി എങ്ങനെ ആക്കണം? ഈ ഈ ഈ ഈ ശ്രീമദ് ഭാഗവതാഖിലോയം പ്രത്യക്ഷ കൃഷ്ണയം ഹി, ഈ ഭഗവാന്റെ, ഈ ധർമ്മസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ, ഈ കൃഷ്ണൻ നമ്മുടെ ഹൃദയത്തിലും ആത്മസ്വരൂപനായിരിക്കുന്ന ഈ ഭഗവാന്റെ, നമ്മളുടെ എല്ലാമായിരിക്കുന്ന ഈ കൃഷ്ണന്റെ കാരുണ്യം കൊണ്ടാണ് എന്തെങ്കിലും നേടാൻ കഴിഞ്ഞിരിക്കുന്നത്, എന്തെങ്കിലുമായി തീരാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്, ജീവിതത്തിലെ സകല ജീവിത പ്രശ്നങ്ങളും അതിജീവിക്കാനായിട്ട് സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ ജീവിതാന്ത്യം വരെ വേറെ ഒന്നും കേൾക്കണമെന്നില്ല, വേറെ ഒന്നും വേണമെന്നില്ല. ഈ ഭഗവാന്റെ അമൃത മൊഴികള്, ഈ ഭഗവാന്റെ അമൃത കഥകള്, ഗുരുനാഥന്റെ അമൃത മൊഴികള് വേണ്ട രീതിയിൽ ആസ്വദിക്കാനായിട്ട് സാധിക്കണേ, വേണ്ട ജീവിതത്തിൽ കേൾക്കാൻ സാധിക്കണമെന്ന്. ഭാഗവതം എന്നെ കേൾക്കേണ്ടത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഭാഗവതം ഈ ഗുരുനാഥന്റെ, ഈ ഗുരുവായൂരപ്പന്റെ ദിവ്യമായിട്ടുള്ള അമൃത സ്വരൂപം കുടിക്കാൻ അഥവാ കേൾക്കാൻ സാധിക്കണേന്ന്. ചെവി കൊണ്ട് മാത്രം കേട്ടാൽ, ചെവി കൊണ്ടെങ്കിലും കേൾക്കേണ്ടതാണ്. ചെവി കൊണ്ട് മാത്രം കേട്ടാൽ പോലെ ഹൃദാശത്വൻ ഹരേ കഥ, ഹൃദയം കൊണ്ട് ജീവിതാന്ത്യം വരെ ഈ ഭഗവാനെ മാറിയെടുക്കാൻ, ആത്മാർത്ഥമായിട്ട് കേൾക്കാൻ സാധിക്കണേ. ആത്മാർത്ഥമായിട്ട് കേൾക്കുമ്പോൾ എന്താണ് പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ, പലതും ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആത്മാർത്ഥമായ സമീപനാവുമ്പോൾ പലതും ചിലപ്പോൾ ചോദ്യം ചെയ്യേണ്ടി വരും, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ആത്മാർത്ഥമായിട്ട് ഈ ഭഗവാനെ, ഈ ഭഗവാന്റെ സ്വരൂപത്തെ മാറിയെടുക്കാൻ സാധിക്കണേ. ഹൃദാശന്മാൽ ഹരേ കഥ, ഹൃദയം കൊണ്ട് കേൾക്കുന്ന ഇതെന്റെ ജീവിതമാണ്. ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടത്രയെന്നല്ല ഭാഗവതരെ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടത്ര, എനിക്ക് ഉറപ്പൊന്നുമില്ല. അങ്ങനെയല്ലാതെ ഇതെന്റെ ജീവിതമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ, വാരിയെടുക്കാൻ സാധിക്കണേ. അതിനാണ് കഴിയേണ്ടത്. അതുകൊണ്ട് ജീവിതാന്ത്യം വരെ വേറെ ഒന്നും കേൾക്കണമെന്ന് ആഗ്രഹമില്ല, വേറെ ഒന്നും അനുഭവിക്കേണ്ട. ഇനി കൃഷ്ണകഥാമൃതം മാത്രം ആസ്വദിക്കാൻ, കേൾക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് നിർത്താതെ ഗുരുനാഥന്റെ കണ്ഠത്തിലൂടെ ഒഴുകി വരുന്ന അമൃത സ്വരൂപമായിട്ടുള്ള ഭാഗവതാമൃതം കൊണ്ട്, കൃഷ്ണകഥാമൃതം കൊണ്ട് എന്റെ ജീവിതം ധന്യമാക്കി തീർക്കണേ. വിശ്വന്റെ ദാഹത്തിന്റെയും ശക്തി എത്രയാണെന്ന് എനിക്കറിയാം. ഹരികഥാമൃതം, ഗുരുനാഥന്റെ മുഖാരത്തിലൂടെ ഒഴുകി വരുന്നതായിട്ടുള്ള ആ ഹരികഥാമൃതം പാലനം ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ഒരു ജീവിത പ്രശ്നങ്ങളും ഞാൻ അറിയുന്നില്ല. അതുകൊണ്ട് വിസ്തരിച്ച് അനുസരണേ എന്നുള്ള ഭഗവാന്റെ കഥകൾ വിസ്തരിച്ച് കേൾക്കണമെന്നുള്ള പരീക്ഷത്തിന്റെ പ്രാർത്ഥനയാണ് ദശമസ്കന്ധത്തിൽ ആദ്യം വരുന്നത്. നന്നായി ഇതുപോലെ ഭഗവത് കഥകൾ കേൾക്കാൻ ബാക്കിയെല്ലാം നിസ്സാരമാണെന്ന് ബോധ്യപ്പെടണമെങ്കിൽ ഭഗവാന്റെയും സജ്ജനങ്ങളുടെയും അപാരമായ കാരുണ്യം തന്നെ വേണം. ബാക്കി എന്തും വലിച്ചെറിഞ്ഞുകൊണ്ട്, ഗോപിമാരല്ലേ, എന്ത് വലിച്ചുകൊണ്ട് ഭഗവാന്റെ വേദകാലം കേൾക്കുമ്പോഴേക്കും ബാക്കിയെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് വ്യത്യസ്ത വസ്ത്രാഭരണാക്കാറ്റിൽ കൃഷ്ണാന്തികമേയുമെന്ന് ഇനി രാസലീലയിൽ പറയും. എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരുന്ന അവസ്ഥ. ബാക്കി ഒന്നും വേണ്ട, എനിക്ക് ഭഗവത് കഥകൾ മാത്രം മതി, ഭഗവാൻ മാത്രം മതി. ഏത് കർമ്മത്തെയും വലിച്ചെറിഞ്ഞുകൊണ്ട് ഭഗവത് കർമ്മമാക്കി തീർക്കുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള ഒരവസ്ഥ ഒരു മനസ്സുണ്ടാവാന്ന് പറഞ്ഞാൽ അത് ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുചരിതം പ്രത്യർച്ച്യ, വിഷ്ണുരാഗം പ്രത്യർച്ച്യ, ഭഗവന്തം പ്രത്യർച്ച്യ,
വ്യാഹത്വമാരഭടഭാഗവത പ്രധാന. ശരിക്കും ഭാഗവതം കേൾക്കാനായിട്ട് വരുമ്പോൾ ഇങ്ങനെയൊക്കെ നമസ്കരിക്കണമെന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. ഭഗവന്തം പ്രത്യർച്ച്യ, നമ്മുടെ ഹൃദയത്തിൽ ആത്മസ്വരൂപനായിരിക്കുന്ന ഗുരുവായൂരപ്പനെ തീർച്ചയായിട്ടും സ്ഥൂലമായ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഭാഗവതം കേൾക്കാൻ മുമ്പ് ഗുരുവായൂരപ്പനെ നമസ്കരിക്കാം, എന്നിട്ട് വേണം കേൾക്കാനായിട്ടിരിക്കാൻ. പിന്നെ ആരെ നമസ്കരിക്കേണ്ടത്? ശുക്കാചാര്യനാണല്ലോ ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഗുരുനാഥനെ പ്രത്യർച്ച്യ നമസ്കരിക്കാം. അപ്പോ ഭാഗവതം പറയാമെന്നല്ലോ, ശ്രോതാക്കളെ വിഷ്ണുരാധം പ്രത്യർച്ച്യ, ഭാഗവതം കേൾക്കാനായിട്ട് വന്നിരിക്കുന്ന ശുകമഹർഷി അല്ലെങ്കിൽ വിഷ്ണുരാധനെ പരീക്ഷിതരെ നമസ്കരിച്ചു എന്നും പറയാനാണെങ്കിൽ ഭഗവന്തം പ്രത്യർച്ച്യ ഭാഗവതം പ്രത്യർച്ച്യ, ഭാഗവത സ്വരൂപനായിട്ടുള്ള ശ്രോതാവിന്റെയും വക്താവിന്റെ ഇടയിലാണ് ഭാഗവതം കയറിയിരിക്കുന്നത്. ഭാഗവത സ്വരൂപനായ ഭഗവാൻ ഇരിക്കുന്നത്. വക്താവ് എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞാൽ ചെയ്യിപ്പിച്ച് നേടിയേക്കാൻ ഭാഗത്തിന് നടുക്കൽ ഇരിക്കുകയാണ്. അങ്ങനെ നടുക്കൽ ഇരുത്തിയിട്ട് വേണം ഭാഗവതം പറയാൻ. അപ്പോ ആ ഭാവത്തോട് കൂടിയിട്ട് നാം ഗുരുവായൂരപ്പൻ തന്നെ, ശുകമഹർഷി തന്നെ, ഭഗവാൻ തന്നെ എന്റെ മുൻപില് ഭാഗവത ഗ്രന്ഥമായിട്ടിരിക്കുന്നു, പരമധർമ്മമായിട്ട് മുമ്പിലിരിക്കുന്നു എന്നുള്ള ബോധം ഉണ്ടാകുമ്പോൾ ഞാൻ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളിലേക്കൊന്നും മനസ്സ് പോകില്ല. ശ്രോതാവിന്റെയും വാക്ക് എപ്പോഴും നന്നായിക്കൊണ്ടിരിക്കും. അതിനായിട്ട് ഭഗവന്തം പ്രത്യർച്ച്യ വിഷ്ണുരാധം പ്രത്യർച്ച്യ ഭാഗവതം പ്രത്യർച്ച്യ വ്യാഹത്വം ആരഭത ഭഗവത പ്രധാന. ഭാഗവതം പറയാനായിട്ട് ആരംഭിച്ചു, കൃഷ്ണകഥ പറയാനായിട്ട് ആരംഭിച്ചു. ഒരു തരത്തില് ഭാഗവതം കേട്ടിരിക്കുന്ന പരീക്ഷയ്ക്ക് 4-ാം ദിവസമാണ്. നമ്മുടെ കണക്കില് ഇന്ന് വെള്ളി, ശനി, ഞായർ, തിങ്കൾ. തിങ്കളാഴ്ച ഭഗവത് വ്രതത്തെ പ്രാപിക്കുന്ന ഉറപ്പായിട്ടിരിക്കുന്ന ഒരാളാണ്. ആ പരമാനന്ദം ജീവിതത്തിൽ അനുഭവിക്കാവുന്ന പരമാനന്ദം തിങ്കളാഴ്ച എവിടേക്കും കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ എന്തൊരു ആനന്ദം ഉണ്ടാവുക. നമുക്കത് രസം അറിയാത്തത് കൊണ്ടാണ് നമ്മള് ആ ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇതൊക്കെ വിട്ടുപോയത് എന്തോ കഷ്ടപ്പാടാന്ന് ഞാൻ തിരിക്കുകയാണ് എന്താണെന്നറിയില്ല. അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ബോധം വന്നിട്ടില്ല. അപ്പൊ 3 ദിവസം കഴിഞ്ഞാൽ ദേഹം പിടിയേണ്ട ആചാര്യൻ, ഭഗവത്പദത്തിലേക്ക് എത്തിച്ചേരേണ്ട ആചാര്യനാണ് ഒരു തരത്തിൽ പരീക്ഷിച്ചത്. ഭാഗവതം എന്താണ് ചെയ്തത്? പരീക്ഷത്തിനെ, ശ്രോതാവിനെ നരനെ നാരായണനാക്കി മാറ്റി. ശുകമഹർഷി എന്താക്കിയത്? നരനായിട്ടുള്ള പരീക്ഷത്തിനെ നാരായണനാക്കി മാറ്റി, ബ്രഹ്മസ്വരൂപനാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പരീക്ഷത്തിന് ഉയർന്ന് ഇനി 3 ഘട്ടങ്ങളിൽ 3 ദിവസം കൂടി കഴിഞ്ഞാൽ, അഥവാ 3 ഘട്ടങ്ങളോട് കൂടി കഴിഞ്ഞാൽ ഭഗവത് പദത്തിൽ പ്രാപിക്കും. പരീക്ഷത്തിന് 7 ദിവസം കൊണ്ടാണ് ശുകമഹർഷി 7 ദിവസമായിട്ട് ഭാഗവതം പറഞ്ഞത്. എന്നാൽ ആചാര്യന്മാര് പറയുന്നത് 7 തരത്തിലുള്ള യോഗഭൂമികളുണ്ട്. 7 ഘട്ടമായിട്ട് നമ്മുടെ മനസ്സിനെ ഉദാത്തമാക്കി ഭഗവാനിലേക്ക് എത്തിക്കലാണ് 7 ദിവസം കൊണ്ട് സാധിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. നമ്മുടെ ശരീരത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം നോക്കിക്കഴിഞ്ഞാൽ 7 ഘട്ടങ്ങളുണ്ടാവും. നീ 6 പടിയാറും കടന്ന് പിന്നെ ശിവനെ കാണാന്ന് പറഞ്ഞ പോലെ 6 ഘട്ടങ്ങൾ കഴിഞ്ഞ് 7ാമത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേരലാണ് സപ്താഹ യജ്ഞങ്ങളിലൂടെയും സാധിക്കുന്നത്. സപ്താഹ യജ്ഞമായി നടത്താൻ വിധിയുള്ള ഒരു ഗ്രന്ഥം മാത്രമേ ഉള്ളൂ, ശ്രീമദ് ഭാഗവതം. സർവവേദാന്ത സാരമാണ് ശ്രീമദ് ഭാഗവതം എന്ന്. ഈ 7 ഘട്ടങ്ങളിലൂടെ നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന കലികാലത്തിലെ ഉത്തമ ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ടാണ് ഏതസ്മാത് അപരം കിഞ്ചിൽ മനഃശുദ്ധി ന വിദ്യതേ എന്നെടുത്ത് പറഞ്ഞത് മഹാത്മ്യത്തില്. അതിൽ ശുഭേച്ഛ, സുവിചാരണ, തനുമാനസി എന്നുള്ള യോഗഭൂമികൾക്ക് ശേഷം 4-ാം ദിവസത്തെ സത്വാപത്തി എന്നുള്ള യോഗഭൂമി ഇന്ന് സമർപ്പിക്കാൻ പോകുന്നു. ഇന്നത്തെ കഥകൾ കാലത്ത് മുതൽ നമ്മൾ ഒന്ന് പെട്ടെന്ന് ആലോചിച്ച് വരികയാണെങ്കിൽ ഹരിസ്മൃതി സർവ വിപദ് വിമോക്ഷണം എന്ന് നേരത്തെ കേട്ടു. ഹരിസ്മൃതി കൊണ്ട് എല്ലാ തരത്തിലുള്ള ആപത്തുകളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. അങ്ങനെ ഗജേന്ദ്രമോക്ഷം, പാരായണനം, അമനാവതാരം, മത്സ്യാവതാരം, സൂര്യ സോമവംശങ്ങളിലുള്ള രാജാക്കന്മാരുടെ കഥകളൊക്കെ കേട്ടുകഴിഞ്ഞാൽ മനസ്സ് ഏറ്റവും ശുദ്ധമായി ഭഗവത് കഥകൾ കേൾക്കാനുള്ള യോഗ്യത, കൃഷ്ണ സ്വരൂപനായിട്ടുള്ള ഭഗവാനെ ഹൃദയത്തിൽ അനുഭവിക്കാനുള്ള അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാമെന്ന്. ഇതൊക്കെ അറിയണം നിർബന്ധമൊന്നുമില്ല. ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുന്ന പോലെ, വെള്ളം കുടിച്ചാൽ ദാഹം മാറുന്ന പോലെ, ഇനിയിപ്പോൾ ദാഹം മാറുന്ന കാരണം എന്താ? വെള്ളം വായിലെത്തി എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പഠിച്ചാൽ ആ അറിവ് നേടിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ അറിവ് നേടലാണോ നല്ലത് വേണ്ടത്, ദാഹം മാറലാണോ വേണ്ടത്? പക്ഷേ ദാഹം മാറുക തന്നെയോ ആവശ്യം ഉണ്ടാവുക. എന്തായാലും
ഘട്ടം ഘട്ടമായിട്ട് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്നു. പൂർവ്വരായിട്ടുള്ള ആചാര്യന്മാര് സത്വാപത്തി എന്നുള്ള യോഗഭൂമി പൂർണ്ണമായി തീരുമ്പോഴാണ് നമുക്ക് ഭഗവാനെ അനുഭവിക്കാറുക. പരീക്ഷിത്ത് മഹാരാജാവിനെ കുറിച്ച് പറയുന്ന സമയത്ത് പ്രഥമസ്കന്ധത്തില് 18 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. 18 ഗുണങ്ങൾ അഥവാ 19 ഗുണങ്ങൾ എടുത്തു പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഗുണങ്ങളിൽ പ്രധാനമായിട്ട് ചില ഗുണങ്ങള്? സത്യസന്ധനാണ് പരീക്ഷിത് മഹാരാജാവ്. ഏതുപോലെ? രാമോ ദാശരഥീയഥ, രാമചന്ദ്രസ്വാമികളെ പോലെയെന്ന് അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നുണ്ട്. ഇന്ന് സൂര്യ സ്വഭാവംശങ്ങളെ വർണ്ണിക്കുമ്പോൾ സൂര്യവംശത്തിലെ ഭഗവാൻ രാമചന്ദ്രനായിട്ട് അവതരിക്കുന്ന രംഗം. അതുപോലെ വില്ലാളിനീതനായിത്തീരും ഭഗവാൻ പരീക്ഷിത് മഹാരാജാവ്. തുല്യസ്ഥ അർജുനയോർമുകയോ, 2 അർജുനന്മാരെ പോലെ, മധ്യമാഠ്യനായിട്ടുള്ള അർജുനനെ പോലെ പരീക്ഷിത് വില്ലാളിനീതനായിത്തീരുന്നു. ഒന്നും കൊള്ളാത്തവർക്കുള്ള ആൾക്കാണ് ഭാഗവതം വിചാരിക്കാറുണ്ട്. അങ്ങനെയല്ലാണ്. നേരാവണ്ണം വേണ്ട രീതിയിൽ ഭാഗവതം പിന്നെ നല്ലൊരു ശ്രോതാവായിട്ട് തീരണമെങ്കിൽ, ഏറ്റവും നല്ല ശ്രോതാവായി തീരണമെങ്കിൽ 18 ഗുണങ്ങളിൽ തികഞ്ഞ ആളായാലും ആ വേണ്ട പോലെ ഇതിന്റെ ശ്രോതാവായിട്ട് മാറാൻ കഴിയുള്ളൂ എന്ന്. പരീക്ഷത്തിനെ പോലെ ആ ദിവ്യമായ അനുഭവം നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഈ 18 ഗുണങ്ങൾ നേടിയെടുക്കുക തന്നെ വേണ്ടി വരും. അതില്ലെങ്കിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു. മഹാത്മ്യത്തിലെ എല്ലാവർക്കും മുക്തി കിട്ടിയോ? ഇല്ല. അവിടെ ഏറ്റവും പാപിയായിട്ടാണ് മുക്തി കിട്ടിയത്. എന്തുകൊണ്ട്? ഈ പരീക്ഷത്തിലുള്ള 18 ഗുണങ്ങളും 19 ഗുണങ്ങളും നേടിയെടുക്കാൻ പാകത്തുന്ന ശ്രദ്ധ അദ്ദേഹത്തിനുണ്ടായി. ആ ദോഷങ്ങൾ മുഴുവൻ മാറ്റി ഏറ്റവും ഭഗവാനെ സ്വന്തമാക്കി തീർക്കാനുള്ള ആത്മസാക്ഷാത്കാരത്തിനുള്ള ശ്രദ്ധ അദ്ദേഹത്തിനുണ്ടായതുകൊണ്ട് ഒരൊറ്റ സപ്താഹം കൊണ്ട് ഗതി കിട്ടി. അത് കേട്ടപ്പോൾ നാട്ടുകാരൻ മുഴുവൻ കേൾക്കാൻ തയ്യാറായപ്പോൾ 2ാം സപ്താഹം കഴിഞ്ഞപ്പോഴേക്കും ഗോകർണന് നാട്ടുകാർക്ക് മുഴുവൻ സർജറി കൊടുക്കാൻ കഴിഞ്ഞു. 19 ഗുണങ്ങളാണ് എടുത്തു പറയുന്നത്. രാമോ ദശരഥീയഥ ഗുരുവർത്ഥേ ത്യക്തരാജ്യ. വലിയ കാര്യത്തിന് വേണ്ടി ഭഗവാനാണ് അവതരിച്ചത്, രാമനായിട്ട് അവതരിച്ചത്. എന്താ വലിയ കാര്യം? മർത്യാവതാരസ്മിഹമത്യശിക്ഷണം, മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് ജീവിക്കുന്നത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. വലിയ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ നാട് വിട്ടുപോയത്. ഗുരുവർത്ഥേ ത്യക്തരാജ്യം. ആദ്യം വിശ്വാമിത്ര മഹർഷിയുടെ യാഗരക്ഷയ്ക്കായിരുന്നെങ്കിൽ അവിടെ ചെന്ന ഭഗവാന്റെ സാന്നിധ്യം, ആ ലക്ഷ്മണന്റെ സാന്നിധ്യം മാത്രമേ വേണ്ടി വന്നുള്ളൂ. എല്ലായിടത്തും നിന്നുകൊണ്ട് വന്ന രാഷ്ട്രന്മാരെ മുഴുവൻ നിഷ്പ്രയാസം ഭഗവാൻ നിഗ്രഹിക്കുന്നുണ്ട്. ആ യജ്ഞവേദിയെ കാത്തുരക്ഷിക്കുന്നുണ്ട് ഭഗവാൻ. നമ്മുടെയും ഈ യജ്ഞവേദിയെ കാത്തുരക്ഷിക്കണമെങ്കിൽ നമ്മുടെ ഈ യജ്ഞവേദിയുടെ ഓരോ കവാടങ്ങളിലും രാമനെ നിർത്തൂ, ഭഗവാനെ നിർത്തുമെന്ന്. നമ്മുടെ ശരീരം തന്നെ ഒരു ജീവിതം തന്നെ ഒരു യജ്ഞവേദിയാക്കി മാറ്റുകയാണെങ്കിൽ ഓരോ ഗോപുരങ്ങളിലും രാമനെ നിർത്തും. പ്രധാനമായിട്ടുള്ള ഗോപുരത്തിലെ കാര്യം മറക്കരുത്. ഇതിലൂടെയാണ് രാഷ്ട്രന്മാർ മുഴുവൻ ആക്രമിക്കാനായിട്ട് വരിക. അതേതാ? നാവ് തന്നെ. ചെവിയും നാവും പ്രധാനമായിട്ട്. നാവിനാണെങ്കിൽ 2 ജോലിയാണ്. എന്തൊക്കെ? കർമ്മേന്ദ്രിയാണ്, ജ്ഞാനേന്ദ്രിയാണ്. ചെവിക്കും നല്ലൊരു ജോലി തന്നെയാണ്, ഏറ്റവും പ്രധാനമായിട്ടുള്ള ജോലിയാണ്. ഈ 2-3 സ്ഥലത്തേക്ക് ചുരുങ്ങിയത് ഭഗവാനെ നിർത്തൂ. ഓവർ ഡ്യൂട്ടിയാണ് നാവിന്. 2 കണ്ണും 2 ചെവിയും 2 മൂക്കിന്റെ ദ്വാരങ്ങൾ തന്ന സ്ഥലത്ത് ഒരു 2 നാവും തരാറില്ലേ? അതാണ് 3:30 നിർത്തിയത്. ചായയും കടിയൊക്കെ കൊണ്ടുവന്നത് ഇനിയിപ്പോ പ്രഭാഷണം അല്ലെങ്കിൽ വായന കേൾക്കലും കഴിക്കലും ഒരുമിച്ച് പറ്റാന്ന് തീരുമാനിച്ചതാണ്. കുറച്ചു നേരം എല്ലാവരും കഴിക്കട്ടെ. ഈ വർത്തമാനം സപ്താഹം പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ഇന്റർവ്യൂ കൊടുക്കാം. അല്ലാതെ നാവ് തന്നെ ജോലി ചെയ്യാതിരിക്കുമ്പോൾ പെട്ടെന്ന് വൈലന്റ് ആയിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും വർത്തമാനം പറയാനുള്ള അവസരം കൊടുക്കുക. ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. കാരണം എന്തെങ്കിലും വായിക്കുന്നുണ്ട്, ഞങ്ങളെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. ശ്രോതാക്കളുടെ കാര്യം അങ്ങനെയല്ല. അവർക്ക് വായിക്കാനും ഇല്ല, പറയാനും ഇല്ല. ഇനി അഥവാ ആരെങ്കിലും ഉറക്ക വായിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ പ്രത്യേകിച്ച് ഉറക്ക വായിക്കാം, ഒരാൾ വായിക്കാൻ പാടുന്നൊക്കെ പറഞ്ഞ് മക്കളെ കൂട്ടും ചെയ്യും. അപ്പൊ എന്താ? ഈ നാവിന് അടങ്ങിയിരിക്കുകയാണ്, അല്ലാതെ വയലന്റ് പിന്നെ. അതുകൊണ്ട് എന്ത് വേണം? ഇടയ്ക്ക് നാവിന് ഒരു സമാധാനം കൊടുക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇന്റർവെൽ കൊടുക്കുക. എന്തെങ്കിലും പറയാം. അതുകൊണ്ടാണ് ഈ നാം ജപിക്കുകയും ചെയ്യും. അപ്പൊ നാവ് ഭയങ്കര പ്രശ്നക്കാരനാണ്. അപ്പൊ അവിടെ ആ നാവ്
രാക്ഷസന്മാര് വന്ന് കയറി ആക്രമിക്കാനായിട്ട് ഇടവരുന്നില്ലെങ്കിൽ അവിടെ രാമനെ നിൽക്കൂ. രാമ 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 രാമേതി സഹസ്രനാമത്തിന്റെ ഫലം കിട്ടുന്നതാണ്. രാമ രാമ രാമാനി ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനെ. ശരീര ഭഗവാന്റെ നാമങ്ങള് ശരി കഥകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുക. ഈ രണ്ടിനെങ്കിലും പ്രധാനമായിട്ട് രാവണ നിർത്തി കഴിഞ്ഞാൽ പിന്നെ പഠിക്കല്ല. രാമൻ നോക്കിക്കൊള്ളുന്നു. ഒരു ശത്രുക്കളും അകത്തേക്ക് കടത്തിവിടാതെ കൊല്ലേണ്ടവരെ അടക്കി നിർത്തേണ്ടവരെ അടക്കി നിർത്താൻ താടകയ്ക്കൊക്കെ മോക്ഷം കൊടുത്തിട്ടുണ്ട്. പിന്നെ സത്സംഗത്തിലൂടെ പോകുന്ന സമയത്ത് ഇത് കല്ലുപോലുള്ള മനസ്സ് ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് ഉണർന്നു വരുന്നത് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കുന്നത്. സീതാ സ്വയംവരം ഹേ, ആ സീതാ സ്വയംവര മണ്ഡപത്തിൽ പോയിട്ട് എത്രയോ ഭടന്മാര് കൊണ്ടുവന്ന് വെച്ചതായിട്ടുള്ള വലിയ നിഷ്പ്രയാസം ഇടത്തെ കൈകൊണ്ടെടുത്ത് ആനക്കുട്ടികള് കരിമ്പൂടിക്കുന്ന ലാഭത്തിൽ കൂടിയിട്ട്. ആനക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തോന്നാറുണ്ട് ഞങ്ങളെയൊക്കെ പോലെ പ്രഭാഷണത്തെ എപ്പോഴും ആടിക്കൊണ്ട് ഞങ്ങൾ അധികം ആടാതിരിക്കുന്ന അടുത്ത വിഗ്രഹം പച്ചപ്പോൾ തട്ടിമുറിയെന്ന് വെച്ചുകൊണ്ട് ആടാതിരിക്കാൻ മനസ്സിൽ തിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ആനക്കുട്ടികളുടെ പോലെ ചില പ്രഭാഷണങ്ങളൊക്കെ അങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പ്രത്യേകത? ആനക്കുട്ടികളെ തുമ്പിക്കിട്ട് ആടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിനൊക്കെ കരിമ്പൂട് കൊടുത്തത്. ഇടത്തേക്ക് വരുമ്പോൾ അതെടുത്ത് വലത്തേക്ക് വരുമ്പോഴേക്കും ഒടിച്ചു, പിന്നെ വരുമ്പോഴേക്കും കരിമ്പ് തന്നെ കാണാനില്ല. അത്രയും നിഷ്പ്രയാസമായിട്ട് ബാലഗജൈവ ആനക്കുട്ടികളെ പോലെ കരിമ്പെടുത്ത് ഒടിയുന്ന പോലെ ഒടിച്ച് ഇടിവെട്ടിയിടുങ്ങിൽ ഒടിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉലകങ്ങളെ പോലെ ആ വില്ലെടുത്ത് ഒടിച്ച് സീതാദേവിയെ സ്വന്തമാക്കി തീർക്കുന്നതും അത് കഴിഞ്ഞ അനുജന്മാരോടും അവരുടെ ഭാര്യമാരായിട്ട് മാറിയിരിക്കുന്നു സീതാദേവിയുടെ സഹോദരിമാര് അയോധ്യയ്ക്ക് പോരുമ്പോഴേക്ക് 2 രാമം വേണ്ടാന്ന് പറഞ്ഞു വന്ന പരശുരാമസ്വാമികളുടെ ചൈതന്യം കൂടി ഇങ്ങോട്ട് ആവാഹിച്ചെടുത്ത് അദ്ദേഹത്തിനെ പറഞ്ഞയച്ചു. മന്ദിരപർവ്വതത്തിൽ പോയിട്ട് തപസ് കൂട്ടിക്കുന്നു അദ്ദേഹം. പിന്നെ അയോധ്യയിൽ വന്ന് കുറച്ചു കാലം സുഖമായിട്ട് ജീവിച്ചു എന്ന് പറയാം. അയോധ്യയിലെ എന്ന് പ്രശ്നം തുടങ്ങിയോ അന്ന് രാമൻ അയോധ്യ വിട്ടുപോയി. രാമനെ വീണ്ടും അയോധ്യയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? ഭരതസ്വാമികളെക്കുള്ള തപസ് ഭാരതീയർക്കുണ്ടായാൽ മാത്രമേ അയോധ്യ അധിപതിയായിട്ട് ഭഗവാൻ വീണ്ടും നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ആ ഭരതന്റെ തപസ് കൊണ്ടാണ്, ഭരണാധികാരിയായ ഭരതന്റെ തപസ് കൊണ്ടാണ് രാമൻ വീണ്ടും അവിടെ എത്തിച്ചേരുന്നത്. ഭൂവർദ്ധേത്യക്തരാജ്യ ഏതോ മന്ദിരയുടെ മന്ത്രവാദം കൊണ്ട് ഭഗവാൻ എല്ലാം വിട്ടുകാട്ടിലേക്ക് പോയി. എന്തിനു വേണ്ടിയിട്ട്? എത്രയോ മഹർഷിമാര് ഭഗവാനെ കാത്തിരിക്കുന്നുണ്ട്, എത്രയോ വാനരന്മാര് ഭഗവാനെ കാത്തിരിക്കുന്നുണ്ട് അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. സീതാനുദാനീശ്വരസ്യ ആ രാവണനെ വന്ന് സീതയെ കട്ടുകൊണ്ടുപോകണമെങ്കിൽ നാട്ടിലിരുന്നാൽ നടക്കുന്ന കാര്യമാണോ? അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ കാട്ടിലേക്ക് പോയതെന്ന്. അപ്പോഴാണ് രാവണന് വന്ന് സീതയെ അപഹരിക്കാൻ കഴിയുന്നു. സ്ത്രീസംഖ്യകളുടെ ഗതി ഇതാണെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ നാട് വിട്ട് കാട്ടിൽ പോയി. ആ സുന്ദര കാട്ടിൽ നമ്മുടെ മുമ്പിൽ മനസ്സിലാക്കി തരണമെങ്കിൽ, ആ ഹനുമാൻ സ്വാമികളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കണമെങ്കിൽ നാട്ടിലിരുന്നാ പറ്റൂ. രാധാസോഹം കോസലേന്ദ്രസ്യ, ഞാൻ രാമന്റെ ദാസനാണ്. നിങ്ങൾ സ്മരിക്കുമ്പോഴേക്കും രാമ 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 ജപിക്കുമ്പോഴേക്കും ഏത് സമുദ്രത്തെയും ചാടിക്കടക്കാനുള്ള, കാര്യം സാധിക്കാനുള്ള ആ ബലം ഉള്ള രാമദാസനെ നിഷ്പ്രയാസം സമുദ്രം ചാടിക്കടക്കാൻ പറ്റി. രാമചന്ദ്രസ്വാമികൾക്കോ സേതു ബന്ധിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള രാമദാസ സ്വാമികളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര രഘുനാഥകീർത്തനം തത്രതത്രകൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. എത്രയെത്ര വാനരന്മാർക്ക് ഒരു വിഷമില്ലാതെ സമുദ്രത്തിൽ സേതു ബന്ധിക്കാൻ കഴിയുന്നില്ലേ? എങ്ങനെയാ അവരത് അനുഷ്ഠിച്ചത്? ഭഗവാനുള്ള സമർപ്പണമായിട്ട്. അല്ലാതെ ഈ കൊരകന്മാർ വിചാരിക്കാതിരിക്കുക എന്ത് ഞങ്ങളുടെ കാര്യം കൊണ്ട് ആ രാമന് സേതു ബന്ധിക്കാൻ പറ്റിയത്. പലപ്പോഴും അന്നത്തെ വാനരന്മാർ രാമദാസന്മാരും ഒന്നും അങ്ങനെ സ്മരിച്ചില്ല. നമ്മളാണ് ഇപ്പൊ അങ്ങനെയൊക്കെ വിചാരിക്കാറുള്ളത്. ഇപ്പോഴേ ചോറ്റാനിക്കരമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സൗകര്യം ഞാനുള്ളത് കൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടായത് ഇല്ലേ? പണ്ടൊക്കെ സപ്താഹം എവിടെയായിരുന്നു? അമ്പലത്തിൽ നിന്ന് പൊക്കി കിടന്ന ഉടനെ വലതു ഭാഗത്ത് ഇപ്പോ ഒരു കല്ല് വെച്ചിട്ട് ഒരു ബൗണ്ടറി വെച്ച പോലെ ഇരിക്കുന്ന കാണാം.
ചെറിയൊരു മണ്ഡപം, അതിൻ്റെ ഉള്ളിൽ നിറയാറില്ല പലപ്പോഴും. ഇത്രയൊക്കെ ആൾക്കാർ അന്നുണ്ടായിരുന്നെങ്കിൽ അവിടെ സ്ഥലം ഉണ്ടാവില്ല, ഉറപ്പാണ്. നിറയാറില്ല, ചിലപ്പോൾ നിറയാറുണ്ടാവും. അതായത് ഈ ആൾക്കാർക്കൊക്കെ അവിടെ ഇരിക്കാനൊന്നും പറ്റില്ല. അതിന് പുറത്തുനിന്ന് ഇരുന്ന് നോക്കേണ്ടി കേൾക്കേണ്ടി വന്നു വരുമായിരുന്നു അന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് അമ്മ തീരുമാനം സപ്താഹം മണ്ഡപത്തിലേക്ക് ആക്കാം, പുറത്തുള്ള മണ്ഡപത്തില്. പിന്നെ ഈ അകത്തേക്ക് ആക്കി. അങ്ങനെ സൗകര്യമൊക്കെ അമ്മ ചെയ്ത് നിന്ന് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് സപ്താഹം കേൾക്കാനുള്ള സൗകര്യം ഞാൻ കാരണമൊക്കെ ഉണ്ടായതപ്പോഴേ ഇത് നമുക്ക് വിചാരിച്ച ഈ വാനരന്മാർ വിചാരിക്കുന്ന പോലെ ഞാൻ കാരണം അപ്പോ രാമന് സീതയ്ക്ക് എത്തിയെന്ന് വിചാരിച്ചാൽ അതിനേക്കാളും വലിയ വിഹിതങ്ങളുണ്ടോ? അവരങ്ങനെ വിചാരിച്ചില്ല. നിങ്ങൾക്ക് ഭഗവാനെ സേവിക്കാനുള്ള അവസരം ഭഗവാൻ നൽകിയതാണ്. അണ്ണാർക്കണ്ണനും തന്നാലായതെന്നുള്ള പോലെ അണ്ണാർക്കണ്ണൻ വെള്ളത്തിൽ കിടന്നിട്ട് ഒന്ന് ഉരുണ്ടു, വീണ്ടും മണലിൽ കിടന്ന് ഉരുണ്ടു, വീണ്ടും വെള്ളത്തിലെത്തി. അങ്ങനെ ആ മണൽ കൊണ്ടിട്ട് ഇട്ടിട്ട് സമുദ്രത്തിൽ സേതു ബന്ധിച്ചു എന്നൊക്കെ വിചാരിക്കില്ല. ഞാൻ എനിക്ക് പറ്റുന്ന പോലെ സേവനം ചെയ്തു എന്ന്. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയാറ്, അങ്ങനെ ഭഗവാൻ ഒരു അണ്ണാരക്കണ്ണനെ വിളിച്ച് ഒന്ന് തലോടി കൊടുത്തത്. അങ്ങനെയാണ് അണ്ണാരക്കണ്ണന്റെ മുകളിൽ 3 മലയുണ്ടായതെന്നൊക്കെ ആ ഭഗവത് സ്മരണ ഉണ്ടാവാനായിട്ട് നമ്മൾ പറയാറുണ്ട്. അങ്ങനെയൊക്കെ വിദേശത്തൊക്കെ പോയിട്ട് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ അണ്ണാരക്കണ്ണൻ വന്നു, അതിന് 3 മലയും ഇല്ല. എന്ത് ചെയ്യും? അപ്പോഴും നമ്മളവിടെ കിടന്ന് ഉരുളും. ഈ അണ്ണാരക്കണ്ണന് ഭാരതത്തിൽ അണ്ണാരക്കണ്ണന്മാരുടെ പോലെ രാമന്റെ അനുഗ്രഹം കിട്ടിയിട്ടില്ല. അത് വിചാരിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അടുത്ത സ്റ്റേജിൽ എത്തിയപ്പോ അവിടെ വരയുണ്ട്. എന്താ ചെയ്യാം? ഈ അണ്ണാരക്കണ്ണന് ഭാരതത്തിലെ അണ്ണാരക്കണ്ണനുമായിട്ട് ബന്ധം വന്നു, അപ്പൊ അനുഗ്രഹം കിട്ടിയതാണ്. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹത്തെയൊക്കെ ഇങ്ങനെയുള്ള എന്ത് കണ്ടാലും നമുക്ക് ഓർമ്മിക്കാന്ന് മാത്രം. അത് കഴിഞ്ഞ് സേതു ബന്ധിച്ച് രാവണാദികളാകുന്ന വിഗ്രഹങ്ങളെ അല്ലെങ്കിൽ വികാരങ്ങളെ നമ്മൾ നിഗ്രഹിച്ച് തിരിച്ചു പോകാനായിട്ട് ഭാവിക്കുമ്പോൾ തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഈ സ്വർണ്ണമയാണ് ലങ്ക. അയോധ്യയിത്ര സൗന്ദര്യവും സൗഭാഗ്യങ്ങളും സമ്പത്തൊന്നുമില്ല. ഇവിടെ താമസിച്ച പോലെ അത് പറ്റില്ല. അഭിസ്വർണ്ണമയീ ലങ്ക. എത്ര സ്വർണ്ണമയാണെങ്കിലും ജനനീ ജന്മഭൂമിഷ്ഠ സ്വർഗാദപി ഗരീയസി എന്ന് ലോകത്തെ പഠിപ്പിക്കാനായിട്ട് പിറന്ന നാട്, പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തിനേക്കാളും വലുതാണ് ലോകത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഓടി വരുന്നു. അപ്പോഴേക്കും ഒരു പിടി യോഗം ഗോമൂത്രത്തിൽ വേവിച്ച് അതുമാത്രം ഭക്ഷണമായിട്ട് യോഗിയെ പോലെ ഭഗവാനോട് വരാൻ വൈകിക്കഴിഞ്ഞാൽ അപ്പോ തീരിക്ക് ചാടാൻ തയ്യാറായി നിൽക്കുന്ന ഭരതസ്വാമികളെ കാണുമ്പോഴേക്കും ഓടി വന്ന് ആ പാദങ്ങള് തന്നെ പാദത്തിലേക്ക് ചേർക്കുന്ന ഭരതനെ കണ്ടപ്പോൾ ഭരതന്റെ കാലത്ത് രാമരാജ്യത്തിനേക്കാളും സൗഭാഗ്യമായിരുന്നു അത്രേ. അതെന്താ? ഭരതൻ എങ്ങനെ രാജ്യം ഭരിച്ചത്? ഭഗവാന്റെ മെതിയിൽ കൊണ്ടുപോയിട്ട് പ്രതിഷ്ഠിച്ചു. ഭഗവാൻ അവിടെ ഉണ്ടെന്ന് സങ്കല്പിച്ചു. എന്നിട്ടാണ് ഭരിക്കന്നെ. നമ്മൾക്ക് ഇവിടെ എങ്ങനെയാണ് ഭഗവാനെ പൂജിച്ചുകൊണ്ടിരിക്കുന്നത്? ഭഗവാന്റെ വിഗ്രഹം കൊണ്ടു വെച്ച് ആവാഹിക്കും, ഭഗവാൻ ഇവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കും, ഇതാണ് പൂജിക്കന്നെ. അങ്ങനെ പൂജിക്കുമ്പോൾ തന്നെ ഭഗവാന്റെയോ ഭഗവതിയുടെയോ ദിവ്യ സാന്നിധ്യം ഉണ്ടാവുന്നെങ്കിൽ ഇവിടെ പൂജിക്കുന്ന ആൾ നിസ്സാരക്കാരനല്ല, ഭരതസ്വാമികളാണ്. അദ്ദേഹം ഭഗവാന്റെ മെതിയേറ്റി കൊണ്ടുവച്ചിട്ട് ഭഗവാനെ ആവാഹിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ഭഗവാൻ വരാതിരിക്കും? അതുകൊണ്ടാണ് അഭയദാന്ത സ്വാമികളുടെ ഭജനാമൃതം എന്നുള്ള പുസ്തകത്തിൽ കാണാം, ഭാഗവതാമൃതം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ കാണാം, രാമനെ കണ്ടുത്രേ അവിടെ പലരും ഭരതൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാമനെ അവിടെ പലപ്പോഴും കണ്ടു. ചിലർ ചോദിച്ചു, രാമൻ കാട്ടിൽ പോയില്ലേ? ചോദിച്ചു. എങ്ങനെ കാണാതിരിക്കും? ഭരതന്റെ ആ ആവാഹന മന്ത്രത്തിന്റെ മുമ്പിൽ എങ്ങനെ രാമനെ കാണാതിരിക്കും? വേണ്ടി തന്നെ കാണാം, വേണമെങ്കിൽ കാണാം, എവിടെയും കാണാം. എവിടെയൊന്നും ഭഗവാനെ വേണ്ട രീതിയിൽ ഹൃദയസിദ്ധമാക്കി നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ ഭാവസ്നേഹം കൊണ്ട് ആ മെതിയത്തിന്റെ പാദത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്ന ഭരതനെ ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണു ഒഴുകുന്ന കണ്ണീര് കൊണ്ടാണ് അഭിഷേകം ചെയ്തത്. 2 വരാണ് പണ്ട് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് രാമൻ കാട്ടിലേക്ക് പോകണമെന്നാണ്, രണ്ടാമത് ഭരതനെ അഭിഷേകം ചെയ്യണമെന്നാണ്. രണ്ടാമത്തെ കാര്യം നടത്തിയില്ലല്ലോ. ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴാണ് അഭിഷേകം ചെയ്തത്. ഭഗവാൻ തന്റെ കണ്ണിലൂടെ ഒഴുകുന്ന കണ്ണീര് കൊണ്ടാണ് ഈ അനുജനെ, ഭാതൃസ്നേഹത്തിന്റെ പര്യായമായ അനുജനെ കണ്ണീര് കൊണ്ട് അഭിഷേകം കഴിച്ചത്. തന്റെ സാമ്രാജ്യത്തിലെ
ചക്രവർത്തിയാക്കി, ഭക്ത സാമ്രാജ്യത്തിന് ചക്രവർത്തിയാക്കി അഭിഷേകം ചെയ്തത് എന്നർത്ഥം. ഇന്നേതാ ഏതോ ഒരു അലക്കുകാരന്റെ വാക്ക് കേട്ട് ഭഗവാൻ എല്ലാം ഉപേക്ഷിക്കുന്ന, സീതാദേവിയെ ഉപേക്ഷിക്കുന്ന, സീതയെ 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 എന്ന് പറഞ്ഞ് കരയുന്ന, എന്നാൽ ലവകുശന്മാർക്ക് ജന്മം നൽകിയപ്പോൾ വാൽമീകി മഹർഷി രാമായണം നിർമ്മിച്ച് അവരെ പഠിപ്പിച്ച് യാഗം നടക്കുമ്പോൾ അത് വന്ന് പാടുന്ന ലവകുശന്മാരെ കണ്ടപ്പോൾ ഇത്ര നന്നായിട്ട് ഭഗവത്കഥയിൽ പാടുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. രാമായണത്തിലെ ഏറ്റവും നല്ല വക്താക്കള് ലവകുശന്മാരാണത്രേ. ഭാഗവതത്തിലെ ഏറ്റവും നല്ല വക്താവ് സുഖമഹർഷിയാണെങ്കിൽ രാമായണത്തിലെ വക്താക്കള് ലവകുശന്മാരാണ്. അതുപോലെയാണ് മധുരമധുരമായിട്ട് രാമകഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ വേണ്ടത് ചോദിച്ചു. അവര് പറഞ്ഞു എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവത്കഥകളും പറഞ്ഞെടുക്കാൻ പാടില്ല എന്ന് ഞങ്ങളുടെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അത്രയും നിർബന്ധം ഉണ്ടെങ്കിൽ വല്ല പഴമോ കുടിക്കാനുള്ള വെള്ളമോ തന്നോളൂ, അത് മാത്രമേ വേണ്ടൂ എന്നാണ്. ശരിക്കും അങ്ങനെയാണ് ഭാഗവതം പറയാനായിട്ട്. എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങാം ഭാഗവതം വായിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം കുടിക്കാം. അതിനപ്പുറത്ത് ഒന്നും സ്വീകരിക്കാതെ വേണമെങ്കിൽ ശരിക്കും ഭാഗവതം വായിക്കാൻ അല്ലെങ്കിൽ രാമകഥ പറയാൻ. ക്രമേണ സീതാദേവി തന്റെ ദേഹം ഇനിയും ഒരിക്കൽ കൂടി അഗ്നിശുദ്ധിയാക്കാൻ, സ്ത്രീത്വത്തെ അപമാനിക്കാനായിട്ട് തയ്യാറില്ലാത്ത ഭാവത്തിലാണ് ഭൂമിയിലേക്ക് തിരിച്ചു പോകുന്നത്. സീതയെ 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 കരഞ്ഞുകൊണ്ടാണ് ഭഗവാന്റെ പിന്നെയുള്ള ജീവിതം മുഴുവൻ. അപ്പൊ ഈശ്വരാണാധിപത ഗ്രാമ്യസ്യ ഗൃഹചേതസ, ജഗദീശ്വരനായിട്ട് ഭഗവാൻ രാമനായിട്ട് അവതരിച്ചു വന്ന് എപ്പോഴും കരയേണ്ടി വന്നുവെങ്കിൽ പിന്നെ സാധാരണക്കാരന്റെ കാര്യം പറയാനുണ്ടോ? നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഈ ലീലകൾ മുഴുവൻ. രാമോ വിഗ്രഹവാൻ ധർമ്മ, വിഗ്രഹത്തിന്റെ സ്വരൂപനായിട്ടുള്ള രാമനെ അവതരിപ്പിക്കാനായിട്ട് ക്രമേണ ഭക്തന്മാർക്ക് മുഴുവൻ മുക്തി വാരി ഉതറിക്കൊണ്ടുള്ള ഭഗവാന്റെ അവതാരലീലകള് ഉപസംഹരിക്കുന്നു. ഇത്രയും സത്യസന്ധനായിരുന്നു രാമചന്ദ്രസ്വാമികളെ പോലെ സത്യസന്ധനായിരുന്നു പരീക്ഷിത് മഹാരാജാവെന്ന്. അതുപോലെ വില്ലാള വീരനായിട്ടുള്ള മധ്യപാടനായിട്ടുള്ള അർജുനെ പോലെ വീരനാണ്. ഒപ്പം തന്നെ കാർത്തവീര്യാർജുനെ പോലെ വില്ലാള വീരനാണ്. ഭഗവാന്റെ അവതാരമായിട്ടുള്ള ദത്താത്രേയ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ആയിരക്കണക്കിന് കൈകളും സിദ്ധികളും ഒക്കെ നേടിയ കാർത്തവീര്യാർജുനൻ അഹങ്കാരിയായി മാറിയപ്പോൾ ആ അഹങ്കാരം നശിപ്പിക്കാനും ഭൂമിയുടെ ഭാരം തീർക്കാനും വേറൊരാളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ഭഗവാൻ തന്നെ അവതരിക്കേണ്ടി വന്നു. ജമദഗ്നിയുടെയും രേണുകയുടെയും പുത്രനായിട്ട് രാമനായിട്ട് അവതരിച്ച് ദുഷ്ടക്ഷത്രിയന്മാരെ അമർച്ച ചെയ്ത് കന്യാകുമാരി ക്ഷിതിയാദിയായ ഗോകർണാന്തമായി തെക്കുവടക്കുനീളെ അന്യോന്യം അംബാശിവ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം തന്റെ താൻ നേടിയ ഭൂമി മുഴുവൻ സജ്ജനങ്ങൾക്കായി ദാനം ചെയ്ത് ഈ പരശുരാമ ക്ഷേത്രത്തേക്ക് അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തെ കൂടി ഉദ്ധരിച്ച് രണ്ടറ്റത്തും അമ്മയെ അച്ഛനെ പിടിച്ച് കുത്തി കുട്ടികളെ നോക്കണോട്ടോ പ്രത്യേകം ഏൽപ്പിച്ച് ആ അച്ഛനമ്മമാരുടെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഇന്ന് വലിയ കുഴപ്പമില്ലാതെ. എന്നാലും കുട്ടികൾ വല്ലാതെ വിരുദ്ധി കാണിച്ചു കഴിഞ്ഞാൽ ഓരോ പിച്ച് ഒക്കെ കൊടുക്കും. അതാണ് ഓരോ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വല്ലാതെ വിരുദ്ധി കാണിക്കുമ്പോൾ ഒന്നും കൊടുക്കാതെ നേരിയൊന്നും വെച്ചുകൊണ്ട് ഇടയ്ക്ക് ഓരോന്നൊക്കെ ഉണ്ടാവുന്നു മാത്രം. എന്നാലും പൊതുവെ വലിയ ബുദ്ധിമുട്ടില്ലാതെ, വലിയ ചൂടില്ലാതെ, വലിയ തണുപ്പില്ലാതെ, വലിയ കഷ്ടപ്പാടില്ലാതെ നമുക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളുടെ ഏർപ്പാട് ചെയ്തിട്ട് അദ്ദേഹം പോയത്. മന്ത്രപർവ്വതത്തിൽ തപസ്സുകൊണ്ടിരിക്കുക. ഇനി ഒരു ആവശ്യം വന്നാൽ അദ്ദേഹം വരും. ഇടയ്ക്കൊക്കെ എത്തിച്ച് നോക്കുന്നുണ്ടെന്നോ നോക്കുന്നുണ്ട്. അത്യാവശ്യം വന്നാൽ വീണ്ടും വരും. ഓരോ തവണയും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭരണത്തെ ശുദ്ധീകരിക്കാനായിട്ട് അത്യാവശ്യം വരുമ്പോൾ അദ്ദേഹം എത്തിച്ചു നോക്കും. ആവശ്യമുള്ള കാര്യങ്ങളുടെ ഇടപെടും, അല്ലെങ്കിൽ വീണ്ടും തപസ് ചെയ്യും. ഓരോ കൊല്ലം അല്ലെങ്കിൽ കൊല്ലം ഓരോ തവണയും എന്താ പറയാ, നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ബാലറ്റ് വെട്ടിപ്പൊട്ടിക്കുമ്പോൾ രാമചന്ദ്രസ്വാമികള് വരാറായി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് വരാറായി വരും. എത്തിച്ചു നോക്കുക മാത്രം മതി ആണെങ്കിൽ അങ്ങനെ എത്തിച്ചു നോക്കിപ്പോവും. പൂർണ്ണമായിട്ട് ആവശ്യം അദ്ദേഹം ഇടപെടും. ആവശ്യമായി വരും, അത്യാവശ്യം. അങ്ങനെ അദ്ദേഹം തപസ്സുകൊണ്ടിരിക്കുന്നു. പിന്നെ പരീക്ഷിത് മഹാരാജാവ് ഇതുപോലുള്ള ആളായിരുന്നു. ഹേയാദീവ ധാർമ്മിക, ഹേയാദീവയുടെ ധാർമ്മികനായിരുന്നു പരീക്ഷിത് മഹാരാജാവ്. ആ ധാർമ്മികമായ ജീവിതം നയിച്ചാലാണ് നമുക്കും ഭാഗവത സ്വരൂപനായ ഭഗവാനെ വേണ്ട രീതിയിൽ വാരിയെടുക്കാനായിട്ട് സാധിക്കുക, ആനന്ദനുഭവിക്കാനായിട്ട് സാധിക്കാന്ന്.
എന്താ യയാതി മഹാരാജാവിന്റെ ധാർമ്മികത? 2 ഭാര്യമാര്, അതില് ആദ്യത്തെ ഭാര്യയുടെ 2 കുട്ടികള്, ദാസിയെ ഭാര്യയായിട്ട് സ്വീകരിച്ചു, അതിൽ 3 കുട്ടികള്. ഇതാണ് ധാർമ്മികത. മകന്റെ യൗവനം വാങ്ങി ഭാര്യമാരുടെ കൂടെ ജീവിച്ചതാണോ ധാർമ്മികത? മൃഗങ്ങളെ പോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാണ്. ഇതൊക്കെ മനുഷ്യന് വരാവുന്ന ദൗർബല്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ദൗർബല്യങ്ങൾ ഉണ്ടായാലും ആ വീഴ്ചയിൽ നിന്ന് ഉയർന്ന് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് ജ്ഞാനവൈരാഗ്യങ്ങൾ നേടി പറന്നു പോകാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായി. വീഴ്ച ലോകത്തിൽ സ്വാഭാവികമാണ്. എന്നാൽ വീഴ്ചയിൽ നിന്ന് ഉണർന്ന് എഴുന്നേൽക്കാനും വീണ്ടും വീഴാതെ എഴുന്നേറ്റ് ഉയർന്നു വരാനും സാധിക്കുക. അതാണ് മനുഷ്യന് വേണ്ടതായിട്ടുള്ള ക്വാളിറ്റി. അതുണ്ടായി, ധാർമ്മികമായ ഭാവം ഉണ്ടായി. അതാണ് ധാർമ്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ആദി മഹാരാജാവിന്റെ വിഷയവിരക്തി, വിഷയലംബനായിട്ട് വട്ടം തിരിയുന്ന ഈ ആദി മഹാരാജാവിനെ അവതരിപ്പിച്ച് വിഷയവിരക്തി വന്ന് ഭഗവാനിലേക്ക് പറന്നുയർന്ന ഈ ആദി മഹാരാജാവിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ആ കുലം വർണ്ണിക്കുമ്പോൾ ഭഗവാന്റെ എല്ലാമായിട്ടുള്ള യാതിരിവ ധാർമ്മിക എന്ന് പറഞ്ഞിട്ട് പിന്നെ അർജുനനെ പോലെ എന്തിനു വേണ്ടി ഭഗവാനെ കൂടെ കിട്ടിയ അർജുനന്റെ ആ പരാക്രമം, അർജുനനൊക്കെയുള്ള ഗുണം എന്തായിരുന്നു? അർജുനനേക്കാളും കഴിവുള്ളവരൊക്കെ ചിലപ്പോൾ വേറെ ഉണ്ടാവുന്ന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നില്ല. ഇപ്പോൾ അർജുനനാണോ ഏറ്റവും കേമൻ, അതോ വേറെ ആരെങ്കിലും ആണോ? ഒന്നിനും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാ ശരി എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അതിനേക്കാളും കഴിവുള്ളവരൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അതിന്റെ ഗുണം എന്താണ്? കൃഷ്ണൻ കൂടെയുണ്ട്, ധർമ്മസ്വരൂപനായ ഭഗവാൻ കൂടെയുണ്ട്. ബാക്കിയുള്ളവർക്ക് കഴിവ് കൂടുതലുണ്ടായിരിക്കാം, പക്ഷെ അവര് കൃഷ്ണനെ കൂടെ പിടിച്ചിട്ടില്ല, ധർമ്മത്തെ കൂടെ പിടിച്ചിട്ടില്ല. പക്ഷെ ഭഗവാനെ കൂടെ പിടിച്ചു, ധർമ്മത്തെ കൂടെ പിടിച്ചു. ആര്? അർജുനൻ. അതാണ് അർജുനന്റെ ക്വാളിറ്റി. അതാണ് അർജുനനെ പോലെ വില്ലാളി വീരനായി തീരും എന്ന് പറയാൻ കാരണം. അങ്ങനെ വില്ലാളി വീരനായി തീരുമ്പോഴാണ് നമുക്ക് വേണ്ട രീതിയിൽ ഭാഗവതം കേൾക്കാനായി സാധിക്കുക, പരീക്ഷത്തിനെ പോലെ ഉയർന്നു വരാനും സാധിക്കുക. രന്തിദേവനെ പോലെ ഉദാരമതിയായിരുന്നു പരീക്ഷിച്ചതെന്ന്. എത്രയോ ദിവസം പട്ടിണി കിടക്കേണ്ടി വന്ന് കിട്ടിയ ഭക്ഷണം മുഴുവൻ സാധുക്കൾക്കായി ദാനം ചെയ്യാനും, വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ ദാഹിച്ചു വരുന്നവർക്ക് വെള്ളം കൊടുക്കാനും മടിയുണ്ടായില്ല. എന്നിട്ട് ഒരു പ്രാർത്ഥന, മാ കശ്ചിത് ദുഃഖഭാവേൽ, ആർക്കും ദുഃഖം ഉണ്ടാവരുത്, എല്ലാവരും അനുഭവിക്കുന്ന ദുഃഖം ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാം, ആർക്കും ദുഃഖം ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിച്ച് രന്തിദേവൻ നൽകിയ വെള്ളത്തിന്റെ സ്വാദ് എത്രയാണ്. ഇതൊക്കെ കഴിഞ്ഞാലാണ് പരീക്ഷത്തിനെ പോലെ എത്താനും ആ ശുഭംഭത്തിലൂടെ ഒഴുകി വരുന്ന കൃഷ്ണകഥകള് വേണ്ട രീതിയിൽ അനുഭവത്തിലേക്കാക്കാനും കഴിയുള്ളൂ എന്ന്. സൂര്യ സോമവംശങ്ങളെയാണ് ഒരു തരത്തില് നവസ്കന്ധത്തില് വർണ്ണിച്ചു വന്നത്. സൂര്യൻ ബുദ്ധിയുടെ ദേവതയാണ്, മനസ്സിന്റെ ദേവതയാണ് ചന്ദ്രൻ. മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ ശുദ്ധമായി തീരുമ്പോഴാണ് കൃഷ്ണാവതാരം സാധ്യമായി തീരുള്ളൂ എന്ന് ഒന്ന് വിസ്തരിച്ച് കൃഷ്ണകഥ പറഞ്ഞവനെ. ആ വൃന്ദാവനത്തിലെ ഗോപിമാരുടെയൊക്കെ അനുഭവം എത്രയാണ്? കുപിതാനിമേഷ്ട, അവർക്ക് ആ നിമിയോട് ചൂണ്ടിയെടുക്കാനേ സമയം ഉണ്ടായിട്ടുള്ളൂ. അതെന്താ? നിമി വന്ന് കണ്ടിരിക്കുന്നതുകൊണ്ടല്ല ഇടയ്ക്ക് കണ്ണിന് അടഞ്ഞു പോകുന്നത്. സപ്താഹത്തിന് വന്നിട്ട് ഉറക്കം വന്ന് അടഞ്ഞു പോകുന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെയോ ഇമവെട്ട്, നമ്മൾ അറിയാറില്ല ഇമവെട്ടുന്ന കാര്യം. പക്ഷേ കൃഷ്ണാവതാര സമയത്ത്, കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഇമവെട്ടുന്ന സമയം കൃഷ്ണനെ കാണാൻ പറ്റാതെയാവുമ്പോൾ തേകുന്നു ഗോപിമാര്. ഈ സമയം കൂടി ഞങ്ങൾക്ക് കൃഷ്ണനെ കാണാൻ ഭാഗ്യം ഉണ്ടായാൽ മതിയായിരുന്നു അല്ലേ? ഭാഗവതം കേൾക്കാൻ എത്ര, പ്രത്യേകിച്ചും 50ാമത്തെ കൊല്ലമൊക്കെ ആയിട്ട് വ്യത്യസ്ത പ്രഭാഷകരൊക്കെ വന്ന് ഭാഗവതം സുവർണ സപ്താഹ യജ്ഞമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഈ ഭാഗവത സ്വരൂപനായിട്ട് ഭഗവാനെ ഇങ്ങനെ വാരിയെടുത്ത് ചെവികൊണ്ട് വാരിയെടുത്ത് ഒരു നിമിഷം പോലും കളയാതെ കേൾക്കാൻ പറ്റുകയാണ് വേണ്ടത്. ഒരു നിമിഷം ഈ കൃഷ്ണനെ വാരിയെടുക്കാൻ പറ്റാതെയാവുമ്പോൾ ഗോപിമാരെ പോലെ പെടയായിരുന്നുവെങ്കിൽ എത്ര സൗഭാഗ്യമായിരുന്നു നമുക്ക്. പക്ഷെ അത്രയൊക്കെ നമുക്ക് താല്പര്യം ഉണ്ടാവുമ്പോൾ എന്ന് മാത്രമേ സംശയമുള്ളൂ. അന്ന് ഭഗവാൻ ദ്വാരകയിലേക്കൊക്കെ പോകുമ്പോഴേ എന്നും കൃഷ്ണനെ നിത്യം നിരീക്ഷമാണാനന്ദ ദ്വാരകോകസാം, നിത്യം കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കുന്നവരായിരുന്നു ദ്വാരകാവാസികള്. പക്ഷെ അവർക്ക് കണ്ടിട്ട് മതിയായിട്ടില്ല. അത്രേ കൃഷ്ണനെ കണ്ണുകൊണ്ട് കുടിച്ചിട്ട് മതിയായിട്ടില്ല. ഭാഗവതം ആദ്യം എന്താ പറയുന്നത്? വയത്തുന വികൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ ശൃണ്വതാം സജ്ഞാനാം സ്വാദു സ്വാദു പദേ പദേ.
ഞങ്ങൾ ഭഗവത്കഥകൾ കേൾക്കാത്തവരല്ല, ഞങ്ങൾ കൃഷ്ണാവതാരം കേൾക്കാത്തവരല്ല, കൃഷ്ണകഥകൾ കേൾക്കാത്തവരല്ല. പക്ഷെ ഞങ്ങൾക്ക് മതിയായിട്ടില്ല. ഈ കൃഷ്ണകഥാമൃതം പാനം ചെയ്ത് മതിയായിട്ടില്ല. അതുകൊണ്ട് നിർത്താതെ വിസ്തരിച്ച് ജീവിതാന്ത്യം വരെ ഭഗവത്കഥകള് പാനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവണേ എന്ന ശ്രോതാവിനെ ബഹുമാനിച്ചുകൊണ്ട് നന്നായി നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഈ കൃഷ്ണകഥകളെ പറയുന്നവനെയും കേൾക്കുന്നവനെയും പറയാനും കേൾക്കാനും സാഹചര്യം ഉണ്ടാക്കുന്നവനെയും ഒക്കെ ശുദ്ധീകരിക്കുന്നു. ഇത് പറയണമെങ്കിൽ എത്രയോ തവണ ഭഗവത് കഥകൾ വായിച്ചോ കേട്ടോ ഒക്കെ ഓരോ ശ്രോതാക്കൾക്ക് പാകത്തിന് വേണ്ട രീതിയിൽ അവതരിപ്പിക്കണമെങ്കിൽ, സമയത്തിനനുസരിച്ച് അവതരിപ്പിക്കണമെങ്കിൽ എത്രയോ തവണ ഭഗവാനെ ധ്യാനിക്കേണ്ടി വരും, അറിഞ്ഞോ അറിയാതെയോ. അപ്പൊ തീർച്ചയായിട്ടും വക്താവിനെ ശുദ്ധീകരിക്കും. ശ്രോതാക്കൾക്ക് ഒരു പണിയില്ല എന്ന് പറഞ്ഞാൽ തെറ്റ്. വക്താവിനേക്കാളും പണിയുണ്ട് ആർക്ക്? ശ്രോതാക്കൾക്ക്. വക്താക്കൾക്ക് ഒരാളെ വായിച്ചു കഴിഞ്ഞാൽ അടുത്ത വായിക്കും. ഇങ്ങനെ പ്രഭാഷണങ്ങൾ മാറി മാറി വരും. കേൾക്കുന്നത് നമ്മൾ തന്നെ വേണ്ടേ? വേറൊരാൾ കേൾക്കുന്നത് എന്റെ വിഷമമാകില്ല, വേറൊരാൾ ഭക്ഷണം കഴിച്ചാൽ എന്റെ വിഷമമാകില്ല. അപ്പൊ കേൾക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ തന്നെ മുഴുവനായിട്ട് കേൾക്കേണ്ടി വരും. അപ്പൊ എന്തായി? രാവിലെ മുതൽ വൈകുന്നേരം വരെ 7 ദിവസത്തിന് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയൊരു സാധനം വേറെയില്ല. പറയാൻ പിന്നെയും സാധിച്ചു തരാം. പക്ഷെ കേൾക്കുക, ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കാൻ തയ്യാറായ ശ്രോത്രാഞ്ജലി ഉപസ്പൃശ്യ കർമ്മവാസനാം. ചെവികളെ അഞ്ജലിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഹൃദയത്തിലെ മാലിന്യങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കി ഭഗവാനാണ് ഹൃദയത്തിൽ പ്രവേശിച്ച് ആ മാലിന്യങ്ങളെ ശുദ്ധീകരിച്ച് പ്രവേശിക്കാൻ വേണ്ടിയാട്ടോ. ഇന്നും നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനുണ്ട്. നാം ഒന്നുകൂടി അനുഭവമാക്കിക്കൊണ്ട് ഈ ദ്വാദശസ്കന്ധത്തിൽ പറയുന്ന പോലെ സൂര്യൻ എപ്പോഴും ആകാശത്തുണ്ട്. എന്നാൽ ചിലപ്പോൾ കാണാനില്ല സൂര്യൻ. എന്തുകൊണ്ട്? മേഘം വന്ന് മറിഞ്ഞിരിക്കുക. ഒരു കാറ്റ് കത്തുമ്പോഴേക്കും മേഘം മുഴുവൻ മാറി ഹൃദയത്തില് ഭഗവാൻ പ്രത്യക്ഷമായിരുന്നു. ആകാശത്തില് മേഘം മാറി സൂര്യൻ പ്രത്യക്ഷമാവുന്ന പോലെ ഹൃദയത്തിലെ ഗുരുവായൂരപ്പന്റെ ദിവ്യ സ്വരൂപം പ്രത്യക്ഷമായിത്തീരുന്നു. എന്റെ രീതിയിൽ ഭഗവത് കഥാമൃതം പാനം ചെയ്യുന്ന സമയത്ത് നന്നായി 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 ഇത് പറയാനോ കേൾക്കാനോ ഉള്ള സാഹചര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കർമ്മം ചെയ്താൽ പോലും അതിന്റെ കർമ്മം ശുദ്ധമായി തീരും. എന്നെങ്കിലും ഭാഗവത രംഗത്തിലേക്ക് അല്ലെങ്കിൽ ഭഗവാനെ ശ്രദ്ധിച്ച് വാരിയെടുക്കാനായി സാധിക്കും. ചിലപ്പോൾ നമ്മളൊക്കെ ഭാഗവതം എന്താണ് കേൾക്കാനായിട്ട്, അല്ലെങ്കിൽ ഭാഗവതത്തിലേക്ക് പ്രധാനമായിട്ട് പ്രത്യക്ഷമായിട്ട് എന്താണ് കടന്നു വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളൊക്കെ ആണെങ്കിൽ 7ാം ക്ലാസ് പഠിക്കുമ്പോഴേക്കാണ് എന്തിനാ ഭാഗം അടുത്തുള്ള അമ്പലത്തിലെ കമ്മിറ്റിക്കാരെ ഞങ്ങൾ 7ാം ക്ലാസ്സിൽ അവിടെ സപ്താഹം നടത്തേണ്ടി വരുന്നു. അല്ലെങ്കിൽ അതിന്റെ ചുമതല പേര് ഞങ്ങൾക്കാണ്, റെക്കോർഡിക്കലായിട്ട് ഞങ്ങൾക്കാന്ന് പറയാം. ആ അവിടുത്തെ വേദ പഠിക്കുന്ന വേദ പാഠശാലയിലെ വിദ്യാർത്ഥി സംഘത്തിനാണ് ആ അമ്പലത്തിൽ നടത്തിപ്പും ചുമതല. അത് സപ്താഹം നടത്തുന്ന ചുമതല ഔദ്യോഗികമായിട്ട് ഞങ്ങൾക്കാണ്. അപ്പൊ അങ്ങനെ വന്നതാണ് ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ കമ്മിറ്റിക്കാരായിട്ട് വന്നതാണ്. കുറച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്ത് പതിവില്ലേ, ചിലരൊക്കെ കമ്മിറ്റിക്കാരായിട്ട് പോയി ഇടുക്കി കുറച്ച് കഴിഞ്ഞു വായിച്ചെന്താ കുഴപ്പം. ഒരു പ്രസിദ്ധനായിട്ടുള്ള ഭാഗവത ആചാര്യൻ, അതൊരു അമ്പലത്തിലെ ശാന്തിക്കാരനായിരുന്നു, മേൽശാന്തിയായിരുന്നു. അദ്ദേഹം പറയാണ്, ഇവിടെ ഒരു ആചാര്യൻ വന്ന് സപ്താഹം നടത്തിപ്പോയി. നമ്മൾ കൊല്ലത്തിൽ 360 ദിവസമായിട്ട് ആൾക്കാർക്ക് നമ്മളോട് ബഹുമാനമില്ല. ഇവർ 7 ദിവസം കഴിയുമ്പോൾ വലിയ ബഹുമാനം. ഇതെന്താ കാരണം എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഭാഗവതം വായിക്കാൻ വേണ്ടിയിട്ട്. എന്താ ഈ ബഹുമാനം എങ്ങനെ കിട്ടുന്നത്? ഞങ്ങൾക്കില്ലാത്ത ബഹുമാനം ഇവർക്ക് എങ്ങനെ കിട്ടി? അങ്ങനെ വന്നതാണ്. അപ്പൊ ആദ്യം അവര് പുറമേ നിന്ന് സപ്താഹത്തിന് വേണ്ട എന്തോ ചില കർമ്മങ്ങൾ ചെയ്തു കൊടുത്തു, അത്രേ ഉണ്ടായിട്ടുള്ളൂ. കാരണം അമ്പലത്തിൽ വെച്ച് സപ്താഹം നടത്തുമ്പോൾ മേൽശാന്തിയായിട്ടുള്ള ആള് അതിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ മോശം വിചാരിച്ചുകൊണ്ട് ഇതുപോലത്തെ വലിയ മഹാക്ഷേത്രം എന്നല്ല, സാധാരണ ക്ഷേത്രമാകുമ്പോൾ അങ്ങനെ സഹായം വേണ്ടി വരില്ലേ, അങ്ങനെ എത്തിച്ചു നോക്കിയതാണ്. പക്ഷേ പിന്നെ അദ്ദേഹത്തിന് ഇത് വിട്ടുപോകാൻ പറ്റിയില്ല. ബാക്കി എന്ത് ഉപേക്ഷിച്ചിട്ടും ഭാഗവതം വിട്ടുപോകാനായി സാധിച്ചില്ല. ഏത് രീതിയിലായാലും ഈ സപ്താഹയജ്ഞം ഭാഗവധർമ്മത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് കർമ്മം നമ്മളെ കൊടുക്കുന്നതാണ്. പക്ഷേ ഈ ഭാഗവധർമ്മമാകുന്ന കുടുക്കിൽ പെട്ടുകഴിഞ്ഞാൽ ഗുണമെന്താ? നമ്മളെ കർമ്മപ്രാരബ്ധങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു. ഏതുപോലെ നെയ്യ് കഴിച്ചാൽ അസുഖം വരും. ഒരു ദിവസം കുറേ നെയ്യ് കഴിച്ച് അസുഖമായിട്ട് വേഗമായാലും സുഖം അത് ഡോക്ടറുടെ അടുത്ത് തന്നു, വൈദ്യരുടെ അടുത്ത് തന്നു. വൈദ്യന്റെ കുറിപ്പ് തന്നു. എന്താ കുറിപ്പ് നോക്കിയപ്പോഴാണ് തന്ന കുറിപ്പും മരുന്നും കൊണ്ട് നോക്കിയപ്പോഴാണ് നെയ്യൊക്കെയാണ്. വേഗം വൈദ്യരുടെ അടുത്ത് വീട്ടിൽ പോയിട്ട് പറഞ്ഞു, അതെ നെയ്യ് കഴിച്ചിട്ടാ ഞങ്ങൾക്ക് ഈ അസുഖം വന്നത്.
വന്നത്. അപ്പൊ ഇത് തിരിച്ചു പറഞ്ഞു അതിനെന്നെയാണ് ഈ മരുന്ന് എന്ന് പറഞ്ഞു. അങ്ങനെ 4 ദിവസം മരുന്ന് കഴിച്ചപ്പോ നെയ്യ് കഴിച്ച അസുഖം മാറും ചെയ്തു. അത് ഔഷധമായിട്ട് കഴിച്ച നെയ്യ് തന്നെയാണ്. ഇത് കർമ്മം തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഭാഗധർമ്മമായതുകൊണ്ട് കേൾക്കലും പറയലും ഇവിടുത്തെ കർമ്മം തന്നെയാണ്. ഈ കർമ്മത്തിലേക്ക് ഈ ധർമ്മത്തിലേക്ക് വരുമ്പോൾ ക്രമേണ കർമ്മപ്രാരബ്ധങ്ങള് നമ്മളെ വിട്ടുവിരിഞ്ഞ് പോകുന്നു. കുറച്ച് കഴിഞ്ഞ് പിന്നെ പറയാനും തോന്നില്ല, കേൾക്കാനും തോന്നില്ല, ഒന്നും ഹൃദയത്തിൽ ഭഗവാൻ മാത്രമായിട്ടുള്ള ആനന്ദാവസ്ഥയിലേക്ക് കുറച്ച് കഴിഞ്ഞാൽ ഉയർന്നു പോകാനും സാധിക്കും. നന്നായി പറഞ്ഞുകൊണ്ട് കൃഷ്ണകഥാരംഗത്തിലേക്ക് പ്രവേശിക്കുന്നു. ദ്വാപരയുഗത്തിന്റെ അവസാനമായി കഴിഞ്ഞപ്പോഴേക്കും കുട്ടരാജാക്കന്മാരെ കൊണ്ട് ഭാരം സഹിക്കാൻ കഴിയാതെ ഭൂമിദേവി ഗോലോകം സ്വീകരിച്ചുകൊണ്ട് തീരം ക്ഷീരമയോധയെ പലാഴ് ചെയ്ത് പോയിട്ട് പലാഴിൽ പള്ളി കൊള്ളുന്ന ഭഗവാനെ 3 വേദങ്ങളിലും ഭഗവാന്റെ മഹത്വം വർണ്ണിക്കുന്ന ആ പുരുഷസൂക്തം കൊണ്ട് സ്തുതിച്ച് ഭഗവാൻ വാങ്മയസ്വരൂപനായിട്ട് ബ്രഹ്മാവിന്റെ മുൻപിൽ അല്ലെങ്കിൽ ബ്രഹ്മാവിന് അനുഭവമായി തീർന്നു. ആ കാര്യമാണ് ബ്രഹ്മാവ് മറ്റുള്ളവരെ അറിയിക്കുന്നത്. കൃഷ്ണൻ ഭഗവാൻ അവതരിക്കാൻ പോകുന്നു. വസുദേവപുത്രനായിട്ട് ദേവകീപുത്രനായിട്ട് അവതരിക്കാൻ പോകുന്നു. ഭഗവാന് സഹായമായിട്ട് എല്ലാ ദേവന്മാരും ദേവാംഗനമാരും എല്ലാവരും അവതരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു കേൾപ്പിക്കുന്നു. വിസ്താരഭയം കൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ചുരുക്കി അവതരിപ്പിക്കും. എന്നാൽ ഗർഭഭാഗവത്തിൽ കാണാം ഗോലോകം ശരണം ചെയ്യും. ഈ ത്രിമൂർത്തികളും ദേവന്മാരും ഒക്കെ കൂടിയിട്ട് ഗോലോകത്ത് പോയിക്കളെ. അവിടെ എത്തിയപ്പോഴാണ് ഗോലോകനാഥനായിട്ട് ഭഗവാനെ കാണാനായിട്ട് നോക്കുമ്പോൾ അവിടെ കാവൽക്കാര് ഗോപിമാര് തന്നെയാണ്. ഈ ത്രിമൂർത്തികളും ദേവന്മാരെ അകത്തേക്ക് വിട്ടിട്ടില്ല എന്നാണ് അവിടുത്തെ കഥ. അകത്തേക്ക് വരാൻ പാടില്ല പറഞ്ഞു. നിങ്ങൾ ആരാ ചോദിച്ചു. അപ്പൊ പറഞ്ഞു നിങ്ങൾ ത്രിമൂർത്തികളെ കണ്ടറിയില്ലേ, 3 തല 4 തലയുള്ള അല്ലെങ്കിൽ 4 തല 5 തലയുള്ള ആൾ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. ഓരോരുത്തരുടെ ഞാൻ ഷൺമുഖനാണ്, ഞാൻ 5 തലകളാണ്, ഞാൻ 4 തലകളാണെന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരുടെ ഐഡന്റിറ്റി കാണിച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെ കള്ളപ്പേരിൽ പലരും വരുന്നുണ്ട്. ഏത് ബ്രഹ്മാണ്ടത്തിലെയാണ് നിങ്ങളൊക്കെ? ഓരോ ബ്രഹ്മാണ്ടത്തിലും ഉണ്ട് ത്രിമൂർത്തികളും ദേവന്മാരും ഒക്കെ ഉണ്ട്. അവസാനം അത് സംശയികളാണ്. പിന്നെ പറഞ്ഞത് പണ്ട് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചപ്പോ പാദം ഉയർത്തിപ്പോ പൊട്ടിപ്പൊളിഞ്ഞില്ലേ ഒരു ബ്രഹ്മാണ്ടം, അവിടുന്ന് വരും. എന്നാ വേഗം വരാൻ പറഞ്ഞു. അത് വെള്ളപ്പൊക്കവും ഭൂമി കുലുക്കൊക്കെ ഉണ്ടായിട്ട് വീട് നഷ്ടപ്പെട്ടവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കൊടുത്തു വിടാന്ന് പറഞ്ഞ ആൾക്കാരെ വിളിച്ചുകൊണ്ടില്ല. അതുപോലെയാ പൊട്ടിപ്പൊളിച്ച ബ്രഹ്മാണ്ടത്തിന് വരികത്രേ. എന്നാൽ അവർ വേഗം വന്നോട്ടെ എന്ന ഭാവത്തിലാണത്രേ കഥാരൂപത്തില് ആ ഗർഗഭാഗവത്തിലൊക്കെ അവതരിപ്പിക്കുക. അവിടെ അവർ കണ്ട ഒരു രംഗം ഇതാ രാധാസമേതനായിട്ട് ഉപനിഷത്ത് സുന്ദരിമാരാൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെയാണ്. ഓരോ ദേവന്മാരിൽ നിന്നും ഓരോ ദിവ്യ ജ്യോതിസ് ഉയർന്ന് ആ ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് ലയിച്ചു. അപ്പൊ സകല അവതാരങ്ങളും എടുത്ത അവതാരിയാണ് ഈ കൃഷ്ണൻ അവർക്ക് ബുദ്ധിയായി. ആർക്കൊക്കെയാണ് എന്റെ കൂടെ ആടിപ്പാടാനായിട്ട് പോകേണ്ടത് അവർക്കൊക്കെ അവതരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ആ ഗോലോകവും വൃന്ദാവനവും എന്താ പറയാ ഗോക്കളും ഗോപന്മാരും ഗോപിമാരും ഒക്കെ യമുനാവൃതങ്ങളും ഒക്കെ ഭൂമിയിലേക്ക് അവതരിക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഗോവർദ്ധനം ഒക്കെ അങ്ങനെ ഭൂമിയുടെ സമ്പൽ സമൃദ്ധിയായിരിക്കുന്നു. ദേവാംഗനമാരും ദേവന്മാരും സജ്ജനങ്ങളും ഒക്കെ അവരുടെ അംശഭൂമിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഒരു ഭാഗത്ത് ദുഷ്ടന്മാരുടെ ഒരു നില പൂതന കീശുഭേനുകൈ. അവര് ദുഷ്ടന്മാരെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു നാടകമാകുമ്പോ അതിന് ചില വേഷം കിട്ടുന്ന ആൾക്കാർ വേണ്ടേ. നല്ല റോള് മാത്രമേ ഞാൻ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ദുര്യോധനത്തിലേക്ക് ദുര്യോധനാവാൻ പറ്റുമോ? എനിക്ക് ഏറ്റവും നല്ല റോള് വേണം, നല്ലതാവും വേണമെന്ന് പറഞ്ഞു. അപ്പൊ ദുര്യോധനായിക്കോട്ടെ, ദുര്യോധനാവധം കഥകളിയാ. അപ്പൊ അയ്യോ ദുര്യോധനൊന്നും ഞാൻ കാണില്ല, ഏറ്റവും നല്ലത് വേണമെങ്കിൽ അത് വേണ്ടി വരും. അല്ലാതെ പിന്നെ ആരാ നായകനാവാൻ? കീചകവാദം കഥകളിയാ. ഏറ്റവും നല്ല ആരാ അവതരിപ്പിക്കേണ്ടത്? കീചകനെ വേണ്ട, അല്ലാതെ ഏതോ ഒരു ആളാവ് ഭീമനായിട്ട് നിൽക്കേണ്ടവർ. പക്ഷെ കേവനായിട്ട് ആളാണ് എന്താ അവതരിപ്പിക്കുക? കീചകനായിട്ട് വരിക. അപ്പൊ അതും നമ്മൾ നോക്കണ്ട എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരുടെ പൂതന. എന്താ പൂതനയുടെ കേമത്വം നാളെ കാലത്ത് കാണാം. കൊല്ലാൻ വേണ്ടി വരുന്നു എന്ന് അമ്മയുടെ പോലെ കഥകളിലൊക്കെ പറയില്ലേ. പൂതനെ കൊല്ലാൻ വേണ്ടി വേഷം മാറി അവിടെ എത്തിയാലും പിന്നൊരു മാതൃഹൃദയം തുടിക്കുകയാണ് പൂതനയ്ക്ക്. എന്തുകൊണ്ട് അതൊക്കെ ഉണ്ടായി? അതോ പണ്ട് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചപ്പോൾ ആ മഹാബലിയുടെ യാഗശാലയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ മഹാബലിയുടെ മകളവിടെ നിന്നിരുന്നു. ആര്?
രത്നമാല. ആ രത്നമാലയ്ക്ക് മോഹമുണ്ടായി. ഈ വാമനമൂർത്തി ഒന്ന് വാരി എടുത്തൊന്ന് വയ്ക്കണം, കൊഞ്ചിക്കണം എന്നൊക്കെ. പക്ഷെ ബ്രഹ്മചാരിയായിട്ട് വന്നിരിക്കുന്ന ആളെ അങ്ങനെയൊക്കെ കൊഞ്ചിക്കാൻ പറ്റും. അതുകൊണ്ട് സാധിച്ചില്ല. പക്ഷെ ഭഗവാൻ നോട്ടിൽ എഴുതി വെച്ചു. അതിനായിപ്പോ ബോധനയായിട്ട് വരുന്നത്. കഴിഞ്ഞ അവതാരത്തില് കല്യാണം കഴിക്കൽ വെച്ച് വന്നതാ. പറഞ്ഞ അയ്യോ ഇപ്പൊ എനിക്ക് പറ്റില്ല, അനിയനോട് കൊടുക്കും. അനിയൻ പറയാ എൻ്റെ അടുത്തേക്ക് തട്ടി കളിച്ചു. നല്ല എന്താ പറയാ പരിഷ്കാരിയായിട്ട് നഖമൊക്കെ ഇങ്ങനെ മുറം പോലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആളാ സുന്ദരി. ആര്? ശൂർപ്പ നഖ. മുറം പോലെ നഖങ്ങളുള്ളവള് ശൂർപ്പ നഖ. എന്നാലും ഭഗവാനെയല്ലേ മോഹിച്ചത്, കാമിച്ചത്. അതുകൊണ്ട് ആഗ്രഹം സാധിക്കാതെ പറ്റില്ല. അതുകൊണ്ട് ശൂർപ്പണഖയ്ക്കാണ് നീ സൈലന്ധിയായിട്ട് നാടക കേൾക്കാം. മധുരയിൽ സൈലന്ധിയായിട്ട് വന്ന് കുറിക്കൂട്ടൊക്കെ ആയിട്ട് വന്ന അവളെ മുനുമായിട്ട് വന്ന അവളെ സുന്ദരിയാക്കി മാറ്റും ഭഗവാൻ. ഇങ്ങനെ കഴിഞ്ഞ അവതാരങ്ങളിൽ ആരൊക്കെ എന്തൊക്കെ മോഹിച്ചോ അതൊക്കെ സാധിപ്പിക്കാനുള്ള അവതാരമാണ് കൃഷ്ണാവതാരം. ഈ ലോകത്തില് ആരൊക്കെ എന്തൊക്കെ ആഗ്രഹിച്ചോ അതൊക്കെ സാധിപ്പിക്കാനായിട്ട് ഭഗവാൻ ഗുരുവായൂരപ്പനായിട്ട് വന്നിരിക്കുന്നത്. അതൊക്കെ സാധിപ്പിക്കാനാണ് ഭഗവാൻ ഭാഗവത സ്വരൂപനായിട്ട് വന്നിരിക്കുന്നത് എന്നർത്ഥം. കാമ, ക്രോധ, ഭയ, സ്നേഹാൽ എന്ന് ഇന്നലെ കേട്ടതാണ്. ഏത് രീതിയില് ഭഗവാനെ സമീപിച്ചാലും അവർക്കൊക്കെ അനുഗ്രഹം വാരിക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഗുരുവായൂരപ്പനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ഇനി അവതരിക്കാൻ പോകുന്നർത്ഥം. അങ്ങനെ ദുഷ്ടന്മാരുള്ള നേതാവായിട്ട് കംസൻ തന്നെ കരാളഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അച്ഛനെ പോലും ജയിലിൽ അടച്ചുകൊണ്ട് ഏകക്ഷത്രാധിപതിയായിട്ട് ലോകത്തെ മുഴുവൻ പിടികിട വർദ്ധിച്ചുകൊണ്ടുള്ള ഭരണം. 10,000 ആനയുടെ ശക്തിയാണ് കംസന്. 10,000 ആനയുടെ ശക്തിയുള്ള കുവലയാപീഠത്തെ മെരുക്കിയിട്ടാണ് ജരാസന്ധന് പെൺമക്കളായിട്ടുള്ള അസ്ഥിയും പ്രാപ്തിയൊക്കെ വിവാഹം കഴിച്ചിരിക്കുന്നത് കംസൻ. അത്രയും വിലാടുകയാണ് കംസൻ. ആ കംസന്റെ നേതൃത്വത്തിലാണ് ദുഷ്ടന്മാരുടെ മുഴുവൻ വലിയ നിര. സഹോദരിയായിട്ട് ദേവകീ ദേവിയുടെ വിവാഹം കംസന്റെ. ആ മധുരയെ തലസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കംസൻ ആ വിവാഹരംഗം ദേവകിയുടെ വിവാഹം നടത്താനായിട്ട് തീരുമാനിച്ച് ശൗരിയായിട്ടുള്ള വസുദേവരത്തെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. വിവാഹം ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ വധുവരന്മാരെ അവരുടെ ഗൃഹത്തിലേക്ക് എത്തിക്കുന്ന ഘോഷയാത്രയ്ക്ക് തയ്യാറായി. ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ദിവ്യമായിട്ടുള്ള ഘോഷയാത്രയാണ്. പെട്ടെന്ന് കംസന് തോന്നി 4 ആളുടെ കയ്യടി കിട്ടാൻ എന്താ വേണ്ടതെന്ന്. ഉടനെ ഓടി വന്ന് സൂര്യനൊക്കെ മാറ്റി തേര് വരയ്ക്കാൻ തയ്യാറായി. ചമ്മട്ടികൾ ഞാൻ പിടിച്ചുകൊണ്ട് നാട്ടുകാരൊക്കെ അത്ഭുതപ്പെട്ടു പോയി. എന്താ കംസന്റെ മനസ്സ് നന്നായോ? ഇത്ര കാലം കംസൻ കണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നത്. ഇപ്പൊ സഹോദരി സ്നേഹം നിമിത്തേ ഡ്രൈവറുടെ സീറ്റിൽ കയറിയിരിക്കുന്നു. കംസൻ ജയിക്കട്ടെ ജയ് വിളിക്കാൻ തുടങ്ങി. പക്ഷെ അധികം നേരം ജയ് വിളിക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് ആ 2 അടി നടക്കുമ്പോഴേക്കും ഇടിവെട്ട് പോലെയുള്ള അശരീരി ഉണ്ടായി. എടാ ബുദ്ധിയില്ലാത്തവനെ. ആ വിളി കേട്ടപ്പോ തന്നെ കംസൻ മേപ്പെട്ട് നോക്കി. അനവധി ആൾക്കാരുണ്ട് അവിടെ. ഒരാൾക്കും എന്നെ വിളിച്ചു തോന്നിയില്ല. കംസന് തോന്നി എന്നെ വിളിച്ചത്. അബുധാന്നല്ലേ വിളിച്ചിരിക്കുന്നത്. എവിടെ നോക്കി. എടാ നിന്റെ ഈ സഹോദരിയുടെ 8ാമത്തെ ഗർഭം നിന്റെ അന്തകനാണെന്ന്. അന്തകന്ന് കേൾക്കുമ്പോഴേക്കും കംസൻ അങ്ങോട്ട് പരിഭ്രമിച്ചു പോയി. എടി നീ എന്റെ അന്തകനെ പ്രസവിക്കുന്ന കാണാനല്ലോ. കാക്കുതിനെ കുറിച്ച് മുമ്പിലേക്ക് ഇട്ടു വാളൂരി വെട്ടാനായിട്ട്. 2 കൽപ്പിച്ച് വസുദേവോ മഹാഭാഗ ഉവാച പരിസാന്വയൻ. വലനാഴി നോക്കി നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇടപെടേണ്ട വിചാരിച്ചുകൊണ്ട് വസുദേവര് നല്ല വാക്കുകൾ പറഞ്ഞു നോക്കി. അങ്ങ് എത്രയോ ഗുണങ്ങളുള്ള ആളല്ലേ. നടുറോട്ടിലിട്ട് സഹോദരിയെ വെട്ടിക്കൊന്ന അങ്ങനെ യശസ്സിന് കളങ്കല്ലേ. മരണം ഇന്നല്ലെങ്കിൽ 100 കൊല്ലം ഉണ്ടാവും. ഇതൊക്കെ സ്വാഭാവികല്ലേ. പിന്നെ മരണത്തെക്കുറിച്ച് വീരനായിട്ട് ഒരാൾ ഭയപ്പെടരുത്. മരണം എന്താണ്, ജനനം എന്താണൊക്കെ തത്വമൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു കൊടുത്തു. അതൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു കൊടുത്തു മാത്രമല്ല ജീവന്റെ തത്വത്തെക്കുറിച്ചും ആരെയും ഇങ്ങനെ ഉപദ്രവിക്കരുത്. ഇപ്പോ ദേവകിയുടെ 8ാമത്തെ ഗർഭം അന്തകനാന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. പ്രസവിക്കുന്ന ആര് കണ്ടു, ഗർഭം ധരിക്കുന്ന ആര് കണ്ടു, പ്രസവിക്കുന്ന ആര് കണ്ടു. അത് 8ാമത്തെ ആവട്ടെ. അങ്ങക്ക് ഏത് കുട്ടികളെയൊക്കെയാണോ ഭയമുള്ളത് ആ കുട്ടികളെ മുഴുവൻ സമർപ്പിക്കാമെന്ന് വാക്ക് കൊടുത്തപ്പോൾ തൽക്കാലം പിടിവിട്ട് കംസൻ പോയി. പിന്നെ ആരോ എങ്ങനെയോ അവരെ അവരുടെ ഗൃഹത്തിലേക്ക് എത്തിച്ചു. പിന്നെ ഭഗവാനെ കുറിച്ചുകൊണ്ട ജീവിതമാണ്. ക്രമേണ ദേവകീ ദേവി ഗർഭം ധരിച്ചു. ഗർഭം പൂർണ്ണമായി പ്രസവിച്ച് കെട്ടിമാന്ന് പേരിട്ട ഉണ്ണിയെ കന്യമാനം ജീവിച്ചുകൊണ്ട് കൊഞ്ചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വസുദേവര് ആ ഉണ്ണിയെ വാരിയെടുത്ത് കൊണ്ടുപോകുന്നു. കൊല്ലാൻ കൊണ്ടുപോവാണ്. കാണുന്നവർ തകർന്നു പോയി. എന്താ മഹാത്മാക്കൾക്ക് എന്താ ചെയ്യാൻ കഴിയാത്തത്, ദുഷ്ടന്മാർക്കും എന്താ ചെയ്യാൻ കഴിയാത്തത് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. കണ്ണീര് ഒഴിപ്പിക്കുന്നുണ്ട്.
കംസന്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചപ്പോഴേ കംസന്റെ മനസ്സ് പോലെ അരിഞ്ഞുപോയി. അമ്മാമ അമ്മാമ വിളിക്കുന്ന പോലെ തോന്നുകയാണേ. അതുകൊണ്ട് പ്രതിയാകുമാരവയം തിരിച്ചു കൊണ്ടുപോയിക്കോളൂ. തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു പോരുമ്പോഴേക്കും മനസ്സമാധാനമില്ല. അവസ്ഥന്മാരുടെ മനസ്സ് എപ്പോ വേണമെങ്കിൽ മാറാം എന്ന് വിചാരിച്ചിട്ട് പോകുമ്പോഴേക്കും നാരദ മഹർഷി അവിടെ വന്ന് എന്തൊക്കെയോ ചില പ്രയോഗങ്ങൾ ഉണ്ടായി നാരദ മഹർഷിയുടെ. അതുകൊണ്ടിട്ട് കംസന്റെ മനസ്സ് മാറി. ആ പിഞ്ചു കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറയുന്നു. കൊണ്ടുവരുന്നു. കുട്ടിയുടെ കാലിൽ പിടിച്ച് പാറയിൽ അടിച്ച് കൊല്ലുന്നു. ജാതമഹൻ പുത്രം ഉണ്ടായ 6 കുഞ്ഞുങ്ങളെ കംസൻ അടിച്ചു കൊല്ലുന്നു. എന്തായി നാരദ മഹർഷി എഴുത്തിക്കാരനാണോ? കൊല്ലണ്ടാന്ന് വിചാരിച്ച് വെറുതെ വിട്ട കുട്ടിയെ വീണ്ടും കൊണ്ടുവരിപ്പിച്ച് കൊല്ലാനുള്ള പ്രേരണയാണ് കംസന് കൊടുത്തത്. എന്താ അങ്ങനെ? അതോ ഭഗവാന്റെ അവതാരം വേഗമാണ് അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. ഈ മരിച്ചുപോയ 6 ഉണ്ണികൾക്ക് ഇവിടെ ജീവിച്ച് കർമ്മപ്രാരബ്ധങ്ങൾ അനുഭവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ശാപനിമിത്തം ഒന്ന് ജനിച്ചു പോവുക വേണ്ടു. അതിനുള്ള അവസരമൊക്കെ ഒരുക്കി കൊടുത്തു. പിന്നെ ഭക്തന്മാർ ഉള്ളു ചുട്ട് കരഞ്ഞാലാ ഭഗവാൻ വേഗം അവതരിക്കുള്ളൂ. അതുകൊണ്ട് ഭഗവാന്റെ അവതാരം വേഗമാക്കണേ എന്നുള്ള ഭാവത്തില് ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു നാരദ മഹർഷി. ജനങ്ങൾ ഉള്ളു ചുട്ട് കളയാൻ തുടങ്ങി. ഭഗവാനെ ഓടി വരുന്നേ അവതരിക്കണേ എന്നുള്ള ഭഗവാന്റെ ജനങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ അവതരിക്കാൻ തയ്യാറായി. അപ്പോഴേക്കും കംസൻ കേട്ടു ദേവകിക്ക് 7ാമത് ഗർഭമുണ്ടായെന്ന്. കംസന് ഭഗവാൻ പ്രതീതി അവതരിക്കാൻ ഈ 7 കഴിഞ്ഞിട്ടെത്താൻ സമയമൊന്നുമില്ല. അതുകൊണ്ട് ദക്ഷദേവി ഭദ്രേ മായാഭഗവതി വിളിച്ചു പറഞ്ഞ് ദേവിക്ക് ഒരു കാര്യം ചെയ്തോളൂ, പൊക്കോളൂ. എന്നിട്ട് നന്ദകിശോരിയായിട്ട് അവതരിക്കാം. എന്നിട്ടോ നന്ദകിശോരിയായിട്ട് അവതരിച്ച് പോകുന്ന വഴിക്ക് വസുദേവന്റെ മറ്റൊരു പത്നി രോഹിണി നന്ദഗോപുരത്തിൽ ഒളിച്ചു താമസിക്കുന്നുണ്ട്. ആ രോഹിണി ഗർഭത്തിലേക്ക് ദേവകി ഗർഭത്തിലെ അനന്തമൂർത്തിയെ ആവാഹിച്ച് പ്രതിഷ്ഠിക്കാം. ദേവി പല പല പേരുകളിൽ പിന്നെ അറിയപ്പെടും. ആ ദുർഗേരി, ഭദ്രകാളി, വിജയാ, വൈഷ്ണവീരിച്ച, കാർമേക്കാവനമ്മയായിട്ട്, ചോറ്റാനിക്കനമ്മയായിട്ട് പല പല പേരുകളിലും ദേവി ദേവിയെ ഭക്തന്മാര് ഉപാസിക്കും. അവരുടെ മായാബന്ധങ്ങൾ തീർത്തുകൊണ്ട് അനുഗ്രഹിക്കുക എന്ന് അനുഗ്രഹിച്ചു. പല പല ക്ഷേത്രങ്ങളിലും കാണാറുണ്ട്. ഞങ്ങള് ഇന്നലെ എന്തോ ഭാഗ്യം കൊണ്ട് കാലത്ത് മൂകാംബിക അമ്മയുടെ അടുത്ത് പോയിട്ട് തൊഴുതു. ഉച്ചയാകുമ്പോഴേക്കും കട്ടിൽ ഭഗവതി ക്ഷേത്രത്തില് അതിഗംഭീരമായിട്ട് കർണാടകത്തിലുള്ളതാ. കട്ടിൽ ഭഗവതി മംഗളപുരത്ത്. മംഗലാപുരം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവതിയുടെ സ്ഥാനം മംഗള രൂപിണിയായിട്ട് ഭഗവാൻ ഇരിക്കുന്നുണ്ട്. മംഗലാപുരം എന്ന് വരുന്നത്. അതുകൊണ്ട് കുറച്ചിട്ട് പോയി കഴിഞ്ഞാൽ കട്ടിൽ എന്ന് പറയാം ഒരു കാട്ടിലാണ് ഭഗവതിയുടെ സ്ഥാനം. അവിടെ തൊഴാൻ പറ്റി. ഇന്ന് കാലത്ത് എത്തിയപ്പോഴേക്കും നമുക്ക് ചോറ്റാനിക്കരമ്മ തൊഴാൻ പറ്റി. കഴിഞ്ഞ ആഴ്ചയിലെ ഒരു സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ 50ാം സപ്താഹല്ലേ, അവിടെ ഷഷ്ടിപൂർ സപ്താഹമായിരുന്നു. 60 കൊല്ലം തികയായിരുന്നു സപ്താഹം തുടങ്ങിയിട്ട്. ആ അമ്പലത്തിന്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭഗവതി ഇനി നാളെ കാലത്ത് കാണില്ലേ ഭഗവതി പ്രത്യക്ഷപ്പെടുമ്പോൾ കംസൻ ആ കുട്ടിയുടെ കാലിൽ പിടിച്ച് പാറയെ അടിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ ഭഗവതി ഒറ്റ ചാട്ടം മുകളിലേക്ക് ചാടുമ്പോ കംസനെ അന്ന് ഈ എന്താ പറയാ ബന്ധുവാണല്ലോ, പ്രായം കൂടി ആണല്ലേ, അയ്യെന്നാ വിളിക്കുക. അയ്യന്റെ തോളിൽ ചവിട്ടി ഓടിത്തേ. അയ്യന്റെ തോളിൽ ചവിട്ടിയിട്ടാണ് ദേവി മുകളിലേക്ക് പറഞ്ഞു പോയത്. അതുകൊണ്ട് ആ ഭഗവതിക്ക് എന്താ പേര്? അയ്യന്തോട് ഭഗവതി. അയ്യന്റെ തോളിൽ ചവിട്ടി ചാടിപ്പോയതുകൊണ്ടേ അയ്യന്തോട് ഭഗവതിയുടെ അവിടെ ഷഷ്ടിപൂർ സപ്താഹമായിരുന്നു. 60 കൊല്ലം തികയുന്ന സപ്താഹമാണ്. അത് തുടർച്ചയായിട്ട് ഇവിടെയൊക്കെ ചിലപ്പോ കൊറോണ കാലത്ത് ആരെങ്കിലും വായിച്ചതൊന്നും എനിക്ക് അറിയില്ല. അവിടെ മേൽശാന്തി ഒരു ഭാഗവത ആചാര്യനായതുകൊണ്ട് അദ്ദേഹം കൊറോണ കാലത്ത് സപ്താഹം നടത്തി. 7 ദിവസം വായിച്ച് സപ്താഹം മുടക്കാതെ കൊണ്ടുപോയി. അങ്ങനെ വേറെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു അറിയില്ല. അവിടെ ശരിക്കും ഷഷ്ടിപൂർ സപ്താഹം ഷഷ്ടിപൂർ സപ്താഹമായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഇങ്ങനെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ആചാര്യന്മാർ പുറത്തി വെച്ച വിളക്കുകളാണ് ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ട് പ്രകാശം നൽകിക്കൊണ്ട് നമുക്ക് ആശ്വാസമാക്കിക്കൊണ്ട് ഇന്ന് ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ ഇന്നും ആ ഭക്തന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ദേവി പറഞ്ഞ പോലെ പ്രവർത്തിച്ചു, ഇന്നും നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. കംസൻ തീരുമാനിച്ചു അടുത്ത 8 ഉറപ്പിച്ചുകൊണ്ട് ജയിലിൽ പിടിച്ചു കെട്ടിയിട്ടു ദേവകി വസുദേവന്മാരെ. പരസ്പരം കാണാൻ പോലും കഴിയില്ല. ഒന്ന് കാണട്ടെ എന്റെ അന്തകനെ പ്രസവിക്കുന്നതെന്ന് വെല്ലുവിളിയാണ്. പക്ഷെ ഭഗവാൻ അവതരിക്കാൻ ഈ പ്രാകൃത ബന്ധത്തിന്റെ ആവശ്യമില്ല. സർവഗുഹാശനായിട്ട് ഭഗവാന് ഒരു പ്രാകൃത ബന്ധത്തിന്റെ ആവശ്യമില്ല. ഭഗവാൻ വിശ്വാത്മാ ഭക്താനാഭയങ്കര ആവിവേശാംശഭാഗേന മന ആനകദുന്ദുഹേ.
ജയിലില് കൂരാക്കൂരിട്ടിട്ട് കിടക്കുന്ന, പരസ്പരം കാണാൻ പോലും കഴിയാതെ കിടക്കുന്ന വസുദേവ ദേവിമാരുടെ വസുദേവന്റെ മനസ്സിലേക്ക് തന്നെ ആവശ്യമാണ് പ്രവേശിച്ചു കഴിഞ്ഞൊഴിക്കും പരമാനന്ദമായി ജയിലിൽ മുഴുവൻ ദിവ്യ പ്രകാശമാണ്. ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുകയാണ് വസുദേവര്. പരമാനന്ദം കൊണ്ട് എന്ത് പറ്റി എനിക്ക് അറിയില്ല, അവർ ആനന്ദം അനുഭവിക്കുന്നു. അവാങ് മനസ്സ ഗോചരം വാക്കിനും ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും പിടികിട്ടാത്ത പരമാനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വിടുവിടുക്കനായിട്ട് ഉണ്ണി എന്റെ ഉള്ളിലിങ്ങനെ തുള്ളിച്ചാടി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാ സൗന്ദര്യത്തെ കുറിച്ച് പറയാൻ എനിക്കറിയില്ല. നല്ല ഉരുണ്ട് എന്താണ് മിനുമിനെ കുഴുകുരുന്നതിനുള്ള സ്നിഗ്ധതയും മുഗ്ധതയുള്ള മുടി, ചുരുണ്ടതായിട്ടുള്ള മുടി ഇങ്ങനെ കെട്ടിവെച്ച് മന്ദാരമാല കൊണ്ട് കെട്ടിവെച്ച് ധാരാളം പീലികൾ തിരികെ വെച്ച് പഞ്ചമിചന്ദ്രനായ നെറ്റിത്തലവും ഗോപിക്കുറിയും നീണ്ടു വിടുന്ന താളുകളും പോലെ മനോഹരമായിട്ട് കരുണ്യകടാക്ഷം ഒഴിക്കുന്ന തൃക്കണ്ണുകളും അതിൽ നിന്ന് അറിഞ്ഞു വെച്ചിരിക്കുക ഭഗവാൻ ഭക്തന്മാരുടെ കാരുണ്യ നിമിത്തം വളവളായിരിക്കുന്നതായ കവിതലത്തിന്റെ പ്രകാശം കൊണ്ട് ആ മകരകുണ്ടങ്ങൾ വെട്ടിത്തെളിക്കൊണ്ടിരിക്കുന്ന കുറച്ചുയർന്നതായ നാസികാദ്വാരം ചുണ്ടിലേക്ക് നോക്കുമ്പോഴേ ചുണ്ടിലിങ്ങനെ ഒഴുകി വരുന്ന ചുണ്ട് കൂട്ടിയാലും ചുണ്ട് പിടത്തിയാലോ മുല്ല മൊട്ടുപോലത്തെ ദന്തമത്തികൾ കുറേശ്ശന് കാണാം. വളവള ആ താമരപ്പൂൾ നിൽക്കുന്ന പോലെയുള്ള മുഖാരബിന്ദുവും ശംഖുപോട്ട കഴുത്തും 3 രേഖകള് ദിവ്യങ്ങളാകുന്ന ആഭരണങ്ങള് മുടിയാമോദരും മുത്തുമാലകളും ഒക്കെ ധരിച്ചുകൊണ്ട് വനമാല ധരിച്ചുകൊണ്ട് തോൾവളകളണിഞ്ഞുകൊണ്ട് കൈവളകളണിഞ്ഞുകൊണ്ട് വിവിധങ്ങളാകുന്ന രത്നങ്ങൾ വത്സായുള്ള മോതിരങ്ങൾ അണിഞ്ഞുകൊണ്ട് കിങ്ങിണി കിലുക്കിക്കൊണ്ട് പട്ടുകോണകം കൊടുക്കാതെ എന്നാ ആ പാദത്തിലെ ആഭരണങ്ങൾ കിലുക്കിക്കൊണ്ട് എന്നെ പോലെ കിലുങ്ങാൻ കഴിയണമെങ്കിൽ ഈ ഗുരുവായൂരപ്പന്റെ പാദങ്ങളെ കുറുക്കി പിടിച്ചോളൂ നമ്മോട് പറയുന്ന പോലെ മഞ്ജീരം മഞ്ജുനാഥനം ശ്രേയ എന്ന് പറയുന്ന പോലെ ചന്ദ്രകളെ കൊണ്ട് നമ്മുടെ ഹൃദയത്തിലെ അന്ധകാരത്തെ മുഴുവൻ നശിപ്പിക്കാൻ പാകത്തിന് ഇനി ഒരു അന്ധകാരം ഹൃദയത്തിൽ ഉണ്ടാവില്ല, ഒരു ദുഃഖവും അനുഭവിക്കേണ്ടി വരില്ല എന്നൊക്കെ ബോധിപ്പിക്കുന്ന രീതിയിൽ ദിവ്യമായിട്ടുള്ള ഉണ്ണിക്കണ്ണന്റെ ദിവ്യ സ്വരൂപം വസുദേവനെ പറഞ്ഞു നിർത്തുമ്പോഴേക്കും ഭഗവാനോട് തുടങ്ങി വികൃതി ഒറ്റച്ചാട്ടാണ് ദേവഗീതയുടെ മനസ്സിലേക്ക് അവിടുന്ന് വികൃതിയോട് കൂടിയിട്ട് ഗർഭശ്രീ കോവിലേക്ക് മാറി കഴിഞ്ഞു. സാ ദേവകി സർവജഗൻ നിവാസഭൂത ആ ജ്ഞാനസ്വരൂപനായ സൗന്ദര്യോത്തരതോ വിശുദ്ധമായ സകലാനന്ദവും ഒരുമിച്ച് ആ ദേവഗീതയുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. വേട്ടി തിളങ്ങാണ് ആ പ്രഭങ്ങനെ പരന്ന് ലോകം മുഴുവൻ, ലോകത്തിന്റെ മുഴുവൻ അജ്ഞാന അന്ധകാരത്തെ നശിപ്പിക്കാൻ പാകത്തിലുള്ള പ്രഭയോട് കൂടിയിട്ട് ഇങ്ങനെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ബ്രഹ്മാദി ദേവന്മാര് അഷ്ടമിലൂഹന്റെ ദിവസം എത്തിക്കഴിഞ്ഞു ഭഗവാനെ നമസ്കരിക്കാനായിട്ട്. സത്യമൃതം സത്യപരം സത്യം സത്യസ്യോനിം നിഹിതം സത്യേ. ഈ ലോകത്തിൽ സത്യമാണെന്ന് നമുക്ക് തോന്നാൻ കാരണം പരമസത്യമായിട്ടുള്ള പരമാർത്ഥ്യ സത്യമായിട്ടുള്ള ഭഗവാൻ പ്രകാശിക്കുന്നത് കൊണ്ടാണ്. ഈ പ്രപഞ്ച വൃക്ഷം ഇങ്ങനെ നമുക്ക് അനുഭവമാവാൻ കാരണം തീർച്ചയായിട്ടും സത്യസ്വരൂപനായ ഭഗവാൻ തന്നെ. സത്യം പരം ധീമഹി എന്ന് ആരംഭിക്കുന്ന ഭാഗവതം, സത്യം പരം ധീമഹി സമർപ്പിക്കുന്ന ഭാഗവതം കൃഷ്ണാവതാരമാകുമ്പോഴേക്കും പരമസത്യം ഗുരുവായൂരപ്പൻ തന്നെ ഉറപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു ദേവന്മാര്. ജന്മല്ലാത്ത കർമ്മല്ലാത്ത ഭഗവാൻ അവതരിക്കാൻ പോകുന്നു. ഹന്ത ഭാഗ്യം ജനാനാം, ജനങ്ങളുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. ഇനി ഒരു വിഷമമില്ല സംസാര ദുഃഖത്തെ തരണം ചെയ്യാനായിട്ട്. മധുരമധുരമായിട്ടുള്ള ദിവ്യലീലകൾ ഇനി കൃഷ്ണാവതാരത്തോട് ഉണ്ടാകാൻ പോകുന്നു. അത് കേൾക്കുമ്പോഴേക്കും ആ ദിവ്യലീലകളൊക്കെ സ്മരിക്കുന്ന രീതിയിലുള്ള ദിവ്യമായ തിരുനാമങ്ങള് ശൃംവൻ ഗൃണൻ സംസ്മരയൻ നാമാനി രൂപാണിതേ. ആ ഭഗവാന്റെ ദിവ്യ നാമങ്ങൾ ജപിച്ചാൽ മതി, ഭഗവാന്റെ ദിവ്യമായ രൂപം സ്മരിച്ചാൽ മതി. സകല ഹൃദയമാലിന്യങ്ങളും സകല ദുഃഖവും നശിക്കുന്നു. മാത്രമല്ല സംസാര സാഗരത്തെ തരണം ചെയ്യാനും ഇനി വളരെ എളുപ്പം. ആ കുഞ്ഞിക്കാല് വെച്ച് നൃത്തം വെക്കുന്നത് കാണാനായിട്ട് ഞങ്ങൾ കുടിച്ചിരിക്കുകയാണ്. വേഗം ഓടി വരണേ. എത്രയോ അവതാരങ്ങളെടുത്ത അവതാരിയായ ഭഗവാന്റെ പാദങ്ങളിൽ ഞങ്ങൾ നമസ്കരിക്കുന്നു. ഹരം ഹര യദൂത്തമാവന്ദനം തേ. ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ട് ഭഗവാനെ അവിടുത്തെ വേഗം അവതരിക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോ കാലത്ത് പ്രാർത്ഥനയല്ല, ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭൂമിയിലെ ദുഷ്ടന്മാരായ ഭരണാധികാരികളെ കൊണ്ട് വല്ലാത്ത ഭാരമായി തീർന്നിരിക്കുന്നു. അതൊക്കെ തീർക്കാനായിട്ട് ഗുരുവായൂരപ്പൻ ഓടി വന്ന് അവതരിക്കണേ. ഞങ്ങളുടെ മനസ്സാകുന്ന ഭൂമിയിൽ നിന്ന് കാമക്രോഹാദികളാകുന്ന വികാരങ്ങളെ കൊണ്ട്, സ്വാർത്ഥഭാവങ്ങളെ കൊണ്ട് വല്ലാത്ത ഭാരമാണ്. അതൊക്കെ തീർക്കാനായിട്ട് വേഗം ഞങ്ങളുടെ മനസ്സാകുന്ന ഭൂമിയിൽ അവതരിച്ചുകൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ വൃന്ദാവനമാക്കി തീർക്കണേ. എവിടുന്നാണ് കഥ തുടങ്ങിയത്? സ്വന്തം സഹോദരിയെ വെട്ടിക്കൊല്ലാനായിട്ട് വാളുവോങ്ങിയ കംസന്റെ അടുത്തുനിന്ന്. ഇനി എങ്ങോട്ട് എത്തിച്ചേരേണ്ടത്? ധന്യം വൃന്ദാവനം യത്ര ഭക്തിം നൃത്യതി യത്ര. എവിടെയാണ് ഭക്തന്മാര്, എവിടെയാണ് ഭക്തി
ദേവി നൃത്തം വെക്കുന്നത് ആ വൃന്ദാവനത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മളൊക്കെ സ്ഥൂലമായ രീതിയിൽ വൃന്ദാവനത്തിൽ പോയിട്ട് നമ്മുടെ മാലിന്യങ്ങളൊക്കെ അവിടെ നിക്ഷേപിക്കുന്നതിനേക്കാളും നല്ലത് ഭഗവാൻ നമ്മുടെ മനസ്സ്, നമ്മുടെ ജീവിതം ഒരു വൃന്ദാവനമാക്കി തീർക്കുകയാണ് ഏറ്റവും നല്ലത്. അതിലെന്തായാലും വഴി ഹൃദയത്തിലേക്ക് ഭഗവാനെ വാരിയെടുക്കാം. ഈ യജ്ഞവേദിയിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് കൃഷ്ണനെ വാരിയെടുത്തു കഴിഞ്ഞാൽ, ഉണ്ണിക്കണ്ണനെ വാരിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സൊരു വൃന്ദാവനമായിട്ട് മാറും, ജീവിതം ഒരു വൃന്ദാവനമായിട്ട് മാറും, ഗൃഹം ഒരു വൃന്ദാവനമായിട്ട് മാറും. ഓടി വന്ന് ഞങ്ങളുടെ മനസ്സാകുന്ന വൃന്ദാവനത്തിൽ നൃത്തം വെക്കണേ. നമുക്ക് ഓരോരുത്തരും പ്രാർത്ഥിക്കാം. എത്രയോ ഭക്തന്മാര് ഭഗവാനെ വേണ്ടി നമസ്കരിച്ചിട്ട് ഒറ്റാനിക്കൽ അമ്മയുടെ കരുണയും കൊണ്ടും അമ്മയുടെ അനുഗ്രഹം കൊണ്ടും ഒക്കെ അവർക്ക് ഭഗവാൻ സ്വന്തമായി തീർന്നിട്ടുണ്ട്. ഇന്നും ഏതോ ഒരു ഇതിനു മുമ്പുള്ള ഒരു സാധാരണ ഒരു പാരായണോ പ്രഭാഷണം മാത്രമല്ലാതെ നിങ്ങൾക്ക് ഇന്ന് അനുഭവമാക്കി തീർക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും വേണ്ടി നമസ്കരിക്കാം. അസസർവഗുണോപേത കാല പരമശോഭന. അഷ്ടമി രോഹിണി മഹാദേവന്റെ തിഥിയെ, അഷ്ടമി മഹാദേവന്റെ തിഥിയാണ്. രോഹിണി ബ്രഹ്മാണ്ട നക്ഷത്രമാണ്. രണ്ടും ചേർന്ന ദിവസം ഭഗവാൻ അവതാരത്തിനായിട്ട് തെരഞ്ഞെടുത്തു കഴിഞ്ഞു. അഥ സർവഗുണോപേത, എല്ലാ ഗുണങ്ങളും തികഞ്ഞിരിക്കുന്നു, ദിക്കുകളൊക്കെ പ്രകാശിച്ചു കഴിഞ്ഞിരിക്കുന്നു. നല്ല ചൂടുകാലമായിരുന്നെങ്കിൽ മഴ പെയ്ത് ഭൂമി മുഴുവൻ കുളിർത്ത് പ്രകൃതി മുഴുവൻ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വൃക്ഷങ്ങളെ പുഷ്പിച്ചുകൊണ്ട് ഭഗവാനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. ഓരോ കാലത്ത് പുഷ്പിക്കേണ്ട പുഷ്പങ്ങളോ വൃക്ഷങ്ങളോ ഒക്കെ ഒരേപോലെ സമയം നോക്കാതെ, കാലം നോക്കാതെ, ഋതു നോക്കാതെ പുഷ്പിച്ച് ഭഗവാനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആ പുഷ്പങ്ങളിലെ ഉണ്ണാനായിട്ട് വണ്ടികൾ മൂടി വരുന്നുണ്ട്. ഏതുപോലെയുള്ള സജ്ജനങ്ങൾ എന്ന പോലെ ഹരിശരണം ഹരിശരണം ജപലഹരിയില് ലോകത്തെ മറന്നുകൊണ്ട് നടക്കുന്ന സജ്ജനങ്ങളെ പോലെ മൂടി വണ്ടുകളും ഭഗവാന്റെ അവതാരം വേണ്ട പോലെയാവാനായിട്ട്, നാമസങ്കീർത്തനവുമായിട്ട് ഹൃദയത്തിലെ ഭഗവാനെ വാരിയെടുക്കാനായിട്ട് സജ്ജനങ്ങൾ നടക്കുന്ന പോലെ അങ്ങനെ ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ ഹൃദയത്തിലേക്ക് ഭഗവാൻ ഓടി വരുന്നു. ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി, ഗോപാല പ്രഭു ഗിരിധാരി, ഗോവിന്ദ ഗോപാല ഹൃദയ വിഹാരി, ഗോപാല ഹൃദയ വിഹാരി, ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി, ഗോപാല പ്രഭു ഗിരിധാരി, നന്ദകുമാര നവനീത ചോര, ഹൃദയ വിഹാര വടാദിത്ര ചോര, ഹൃദയ വിഹാര വടാദിത്ര ചോര, ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി, ഗോപാല പ്രഭു ഗിരിധാരി, ഗോവിന്ദ ഗോപാല ഹൃദയ വിഹാരി, ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി, നന്ദകുമാര നവനീത ചോര, നന്ദകുമാര നവനീത ചോര, ഹൃദയ വിഹാര വടാദിത്ര ചോര, ജയ വിഹാര വടാദിത്ര ചോര, ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി, ഹൃദയ വിഹാരി. യമുനാ നദി ഇതുവരെ കലങ്ങി മറന്നുകൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പൊ സജ്ജനങ്ങളുടെ മനസ്സുപോലെ ശാന്തമായിട്ട് ഒഴുകാൻ തുടങ്ങി. ഭക്തിയുടെ പ്രതീകമാണ് യമുനാ നദി. ഭക്തി എന്ന് പറഞ്ഞാൽ ആകെ ബഹളാണെന്നൊക്കെ അത് വിചാരിക്കുക. എന്നാ ക്രമേണ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 4-ാം ദിവസം കൃഷ്ണാവതാരമാകുമ്പോഴേക്കും സജ്ജനങ്ങളുടെ മനസ്സുപോലെ ശാന്തമായിട്ട് ഒഴുകാൻ തുടങ്ങുന്നു. ബ്രാഹ്മണരുടെ അഗ്നിഹോത്രാദികളുടെ എത്ര കരകിട്ടാലും അതാന്റെ കത്താവുന്നില്ല. പക്ഷെ ഇപ്പതാ ജ്ഞാനികളുടെ ജ്ഞാനാഗ്നി എന്ന പോലെ ജ്വലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വേദനായിട്ടുള്ള ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങിയിരിക്കുന്നു മഹർഷിമാര്. നല്ല പാട്ട് പാടാൻ പറ്റുന്നവര് പാട്ടുപാടി സ്തുതിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒട്ടും പാട്ട് പാടാൻ പറ്റാത്തവർ പോലും നന്നായിട്ട് പാട്ട് പാടിക്കൊണ്ട് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. നന്നായിട്ട് നൃത്തം വയ്ക്കാൻ പറ്റുന്നവർ നൃത്തം വയ്ക്കാൻ തുടങ്ങിയത് മാത്രമല്ല, ഒട്ടും നൃത്തം വയ്ക്കാൻ പറ്റാത്തവർ പോലും നന്നായിട്ട് നൃത്തം വെച്ചുകൊണ്ട് ആ കൃഷ്ണാവതാര ഉത്സവ ലഹരിയില് ലോകത്തില് ആനന്ദനൃത്തം വയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. മുരളീധരന്റെ മുരളീകാലം ആദ്യം ഒഴുകി വന്ന പോലെ സമുദ്രം കുറേശ്ശെ ഗർജിക്കുന്നു. എല്ലാം കൊണ്ടും ഹൃദ്യമായ, എല്ലാം കൊണ്ടും ശുഭമായിട്ടുള്ള അവസരത്തില് ദേവന്മാരുടെ മുമ്പില് ശംഖചക്ര വിലാപങ്ങളോട് കൂടിയിട്ട് എല്ലാ വൈഷ്ണവ ജനങ്ങളോട് കൂടിയിട്ട് ഗുരുവായൂരപ്പൻ അവതരിക്കുകയാണ്.
എല്ലാ ഗുണങ്ങളും തികഞ്ഞ സമയത്തിന് കൃഷ്ണാവതാരം ഉണ്ടാവുമോ? അത് ബുദ്ധിമുട്ടല്ലേ? ഇന്നിപ്പോ ഏകാദശി കഴിഞ്ഞ് ദ്വാദശിയോ അല്ലെങ്കിൽ ഒക്കെയാവും. അഷ്ടമിയുടെ ഭാഗത്തിന് കൃഷ്ണാവതാരാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ രോഹിണി വരില്ല, മാറി നിൽക്കും. അന്ന് അഷ്ടമി രോഹിണിക്ക് ഒരുമിച്ചായി എല്ലാം ഒരുമിച്ച് വന്നുവെങ്കിൽ നീ എന്നാ അത് ഒരുമിച്ച് വരിക? അങ്ങനെ ഒരുമിച്ച് വന്നിട്ട് കൃഷ്ണാവതാരം മതിയോ? നമുക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടാവോ? എളുപ്പ വഴിയുണ്ട് നമുക്ക്. കൃഷ്ണനെ ഹൃദയത്തിലേക്ക് ഭാഗവതസ്വരൂപനായ ധർമ്മസ്വരൂപനായ ഭഗവാനെ വേണ്ട രീതിയിൽ ഹൃദയത്തിലേക്ക് വാരിയെടുത്തു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അനുകൂലമായി തീരും. അങ്ങനെ നമുക്ക് ഭക്തിയോട് കൂടിയിട്ട് ഈ ഭഗവാനെ വേണ്ട രീതിയിൽ ഹൃദയത്തിലേക്ക് വാരിയെടുക്കാൻ കഴിയട്ടെ. ബാക്കിയെല്ലാം വേണ്ട പോലെ ആയി തീരും. എല്ലാം വേണ്ട പോലെ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ നമുക്ക് ഹൃദയത്തിലേക്ക് വാരിയെടുക്കാം. അടുത്ത അധ്യായത്തില് 8ാമത്തെ ശ്ലോകത്തിലെ ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ തിരുവവതാരമാണ്. ശംഖചക്ര രാമത്തോടു കൂടിയിട്ട് അത്ഭുതമാനായിട്ട് ബാലേഭ്യോ വികംദദാതി. നമ്മളെ പോലുള്ള ആധ്യാത്മിക ശാസ്ത്രങ്ങളിലെ കുട്ടികളെ പോലുള്ള നമുക്ക് ഓരോരുത്തർക്കും ആനന്ദം നൽകിക്കൊണ്ട് ഭഗവാന്റെ തിരുവവതാരമാണ് ഇനി പാരായണം ചെയ്യാനുള്ളത്. നമ്മുടെ ഹൃദയത്തിലും ഭഗവാൻ ഓടി വന്ന് നൃത്തം വയ്ക്കട്ടെ. നമുക്ക് ഹൃദയത്തിലെ ഭഗവാനെ വാരിയെടുക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. തൃതീയോധ്യായം. ശ്രീശുക ഉവാച. അഥ സർവഗുണോപേത കാലഃ പരമശോഭന ഹിർഹ്യേവാജനജന്മർക്ഷം സന്ദർക്ഷഗ്രഹതാരകം ദിശപ്രസേദുർഗഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ഠപുരഗ്രാമവ്രജാകര നദ്യപ്രസന്ന സലിലാ ഹ്രദാജലരുഹശ്രിയ വിജാണികുലസന്നാദസ്തവകാവനരാജയ വഹൗവായുസുഖസ്പർശ പുണ്യഗന്ധവഃ ശുചി അഗ്നയശ്ച ദ്വിജാതീനാം ശാന്താസ്തത്ര സമിന്ധത മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ ജനേ തസ്മിൻ നേതുർദുന്ദുഭയോ ദിവി ജഗുക്കിന്നരഗന്ധർവാ തുഷ്ടോസിദ്ധചാരണ വിദ്യാധര്യശ്ച നന്ദു അപ്സരോഹി സമന്തദ മുമുജുർമുനയോ ദേവാ സുമനാം സിദ്ധാന്വിതാ മന്ദം മന്ദം ജലധരാ ജഗർജുരനുസാഗരം നിശീധേ താമുദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസീത് യഥാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കള സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. അദ്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മം ഗണശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭഗം മഹാരിഹവൈഡൂര്യകിരീടകുണ്ടലദ്വിഷാ പരിഷ്വക്തസഹസ്രകുണ്ടലം ഉദ്ദാമകാഞ്ജംഗജകങ്കണാദിഭിः വിരോചമാനം വസുദേവ ഐക്ഷതാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. മൂക്കിൽ വന്നെന്റെ തിരുകൂടലെന്നോടെ അരികിൽ വന്നെപ്പോഴും കാണാകേണം. കാലിൽ ശ്രീരംഭം കീഴുക്കി നടക്കുന്ന ബാലഗോപാലനെ കാണാകേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഭംഗിയോടെ മുന്നിൽ കാണാകേണം. എത്തിയേറിയിടും ഗുരുവായും പ്രേമോരാധികാരം തന്നെ കാണാകേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ
ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കുഞ്ഞിക്കൈ രണ്ടിലും വെണ്ണ കൊടുത്തമ്മ പുഞ്ചിപ്പിക്കുന്നതും കാണാകേണം കൂത്താടിയും പശുക്കുട്ടികളുമായി പൊത്തുകളിപ്പതും കാണാകേണം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ മുരലും വലിച്ചങ്ങു വിട്ടുകുത്തുന്നതും കാണാകേണം കേളികളെ പോലെ നൃത്തമാടിയിടുന്ന കേശവ പൈതലെ കാണാകേണം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൈകളിൽ ചന്ദ്രനെ വരുത്തിയ ലോകൈകനാഥനെ കാണാകേണം കൊഞ്ചിക്കൊണ്ടോരോ വാക്കരുളിടുന്ന ചഞ്ചലനെ കാണാകേണം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൗതുകമേറിയോരുണ്ണി ശ്രീകൃഷ്ണന്റെ ചേതോഹരൂപം കാണാകേണം കംസ സഹോദരി തന്നിൽ പിറന്നൊരു വാസുദേവൻ തന്നെ കാണാകേണം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കണ്ണന്റെ ലീലകളോരോന്നും വെറുതെ എണ്ണി എണ്ണി കണ്ണിൽ കാണാകേണം കൃഷ്ണമൂകിൽ വന്ന വൃഷ്ണികുലേശ്വര കൃഷ്ണാഭൂയക്ഷണ കൈതൊഴുന്നേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ സർവത്ര സവിസ്മയോത്ഫുല്ലവിലോചനോ ഹരിമേൽ സുതം വിലോക്യാനകദുർഭിസ്തദ കൃഷ്ണാവതാരോത്സവ സംഭ്രമോസ്പൃശൻ മുദാദ്യേഭ്യോ വിതമാപ്രദോഗവാൻ അഹീനമസ്തൗദവധാര്യ പുരുഷം പരന്തരാഞ്ജലി സരോജിഷാ ഭാരത സൂതികാഗ്രഹം വിരോചയുണ്ടം കദഭി പ്രഭാവവിൽ വസുദേവ ഉവാച വിചിതോസി ഭവാൻ സാക്ഷാത് ഋഷപ്രകൃതേ പരം കേവലാനുഭവാനന്ദ സ്വരൂപ സർവബുദ്ധിദൃ സയേവ സ്വപ്രകൃതേജം സൃഷ്ട്വാഗ്രേ ത്രിഗുണാത്മകം തദനുത്വം ച പ്രവിഷ്ട പ്രവിഷ്ടയോ ഭാഗ്യസേ യഥേഹി വികൃതാ ഭാവാസ്ഘാതേ ഹൃദയൈः സഹ നാനാവീര്യാഭൂതാഭിരാജ്യം ജനയന്തിഃ സന്നിപത്യ സമുത്പാദ്യ ദൃശ്യന്തെ ഗതായിവ രാഗേവ വിദ്യമാനത്വാന്നതേഷാമിഹ സംഭവ ഏവം ഭവാൻ ബുദ്ധിം एवं भवान् बुद्ध्यन्ते लक्षणै ग्राह्ये गुणदैः सन्नवि कल्पनाग्रह अनावृतत्वाग्निरन्तरन्नदे सर्वस्य सर्वात्मन आत्मवस्तुना या आत्मनो दृष्टिगुणेषु सन्ति दिव्यवस्यते स्वव्यतिरेकदोषः विनानुवादं तन्मनीषितं सम्यक् यतस्त्यक्तमुपादन्तकुमान् त्वत्तोऽस्ति जन्मस्य संयमान् विभो वदन्ते इहारगुणादविक्रियान् ईश्वरे ब्रह्मणो विरुध्यते हस्तयत्वाद्वदत्यते गुणैः सत्त्वं त्रिलोकस्य स्वमाया विभरिष्टुलाङ्गलवर्णमात्मनसद्दाय रक्तमजसोपबृंहितं कृष्णं च वर्णं तमसा जनाद्ये नमस्ते लोकस्य विभो विलक्षि